നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. ഈ വാക്ക് നമ്മളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ജുമുഅ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ കല്ലുമ്മൽ ഇങ്ങനെ തടവി, അവൻ ജുമുഅ അല്ല. എന്താ അർത്ഥം എന്നറിയും? മദീനത്തെ പള്ളി എന്ന് പറഞ്ഞത് മണല. ഒരാൾ ഖുതുബ കേൾക്കുന്നുണ്ട്, സംസാരിക്കണില്ല, പക്ഷെ ആ മണലിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഇങ്ങനെ വരുതി കളിച്ചാൽ ഫഖദ് ലഗാ, അവന് അബദ്ധം സംഭവിച്ചു. നല്ലോണം മനസ്സിലാക്കണം. ഒരു പണിയെടുക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കാൻ പാടില്ല, ചിരിച്ചാ ചിരിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ ആംഗ്യം കാണിക്കാൻ പാടില്ല. പുറത്ത് നിൽക്കണ്ടോ, പിന്നെ കാണാൻ പോയി, രണ്ടാളതും പോയി. മനസ്സിലായോ? ജുമുഅ ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കല്ലടാന്ന് പറഞ്ഞാൽ ഇവന്റെ പോയി, ഒന്നും പാടില്ല. ഒരു നൂല്, പിന്നെ ചില പള്ളിയിൽ പുൽപ്പായി ഉണ്ടാവും, ആ പുൽപ്പായ്മന്ന് ഒരു നൂല് ഇങ്ങനെ അതിങ്ങനെ വലിച്ചു കളിക്കുക. കുത്തുബ കേൾക്കുന്നുണ്ട്, പോയി. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. ഞാൻ പരിചയപ്പെട്ട മിക്കവാറും പള്ളിയിൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇമാമിനും ജുമുഅ കിട്ടില്ല. എന്താ അറിയോ? കുത്തുബ തുടങ്ങിയിട്ടാണ് മോട്ടോർ വെള്ളം തീയിട്ട് മറ്റോ താളം കാണിച്ചു, ഏത് ഇമാമിനോട്, ആ താളം കാണിച്ചോനെ ജുമുഅ പോയി. ഇപ്പം പോയി മോട്ടർ ഇട്ടാണ് നീച്ചു, അതിന്റെ താളം ഇങ്ങോട്ട് കാട്ടി, ഓന്റെ ജുമുഅ പോയി. ചിലവര് പിരിവിന്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വെച്ചിരുന്നു സെക്രട്ടറി ആരോട്, ഇമാമിനോട്, സെക്രട്ടറിന്റെ പോയി. അത് കേട്ട് ഇമാം ബക്കറ്റുമായിട്ട് പോലെ ഓൻ്റെ പോയി. വളരെ ശ്രദ്ധിക്കണം. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. ജുമുഅ ഖുത്ബ തുടങ്ങി ഒരക്ഷരം ഉണ്ടാൻ പാടില്ല, ഒരാളോട് ചിരിക്കണ്ട, വർത്താനം പറയണ്ട, സലാം അടക്കണ്ട, നീ ഇവിടെ ഇരിക്കുന്ന പറയണ്ട, ഒന്ന് നമ്മൾ ഇമാമ എന്താ പറയണ്ടത് അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുക. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കർമ്മങ്ങള്, ഇബാദത്തുകള് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച രൂപത്തിലും ആക്കി തീർക്കാനുള്ള എളിയ പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അതിൽ ഉളൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ച എന്നോണം ഷൂ ധരിച്ച ആളുകള്, ഷോക്സ് ധരിച്ച ആളുകള്, കാലുകൾ മൂടുന്ന വിധത്തിൽ ഏതെങ്കിലും കാലുറ ധരിച്ച ആളുകള്, രോഗം കാരണം, മുറിവ് കാരണം, പല കാരണങ്ങളാൽ അതിന്മേൽ തടവുക ഒളു ചെയ്യുമ്പോൾ, അത് ഒളു ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ഇളവാണ്. നമുക്കറിയാം, ഉളു നമസ്കാരത്തിന്റെ താക്കോലാണ്. ഉളുവില് കാല് കഴുകുക എന്നത് നിർബന്ധ ഘടകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തണുപ്പ് കാരണമോ, യാത്ര കാരണമോ, രോഗം കാരണമോ, മുറിവ് കാരണമോ ഒക്കെ ഷോക്സ് അല്ലെ ഷൂ അല്ലെ കാലുറ ധരിച്ച ആളുകൾക്ക് ഉളൂഇൽ കാല് കഴുകുന്നതിന് പകരം അത് തടവിയാൽ മതിയാവും എന്ന ഒരു നിയമം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഹുഫമേൽ തടവുക എന്നാണ് സാധാരണ മദ്രസയിൽ വെച്ച് നമ്മൾ അത് പഠിച്ചിട്ടുള്ളത്. അൻ ജരീർ റളിയല്ലാഹു അൻഹു, ജരീർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. ബാല, അദ്ദേഹം മൂത്രമൊഴിച്ചു. തുമ്മ തവല്ലഅ, പിന്നീട് അദ്ദേഹം വുളൂ ചെയ്തു. വമസഹ അലാ ഖുഫൈഹി, ആ വുളൂ ചെയ്യുമ്പോൾ കാല് കഴുകുന്നതിന് പകരം അദ്ദേഹം പ്രവാചകൻ ധരിച്ച ഖുഫ, കാലുറ തടവുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അത് അഴിച്ച് കാല് കഴുകിയിട്ടില്ല, അതിന്റെ മുകളിൽ ഒന്ന് തടവുക മാത്രമാണ് ചെയ്തത് എന്ന് ഈ സ്വഹാബി റിപ്പോർട്ട് ചെയ്ത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യാം. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് പോലെ അള്ളാഹു സ്വീകരിച്ച നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നതിനാണ് അള്ളാഹ്ക്ക് താല്പര്യം എന്നെല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അപ്പോ ഈ തുണി കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയ ഷോക്സ് കഴുകുന്നതിന് പകരം അതിന്റെ മുകളിൽ തടവിയാൽ മതി. ആ ഷോക്സിന്റെ അടിയിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞത് ഇളവ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ആ കാലുറ തടവണമെങ്കിൽ
അത് ധരിക്കുമ്പോൾ ചില നിബന്ധന നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ശുദ്ധിയോടുകൂടിയാവണം അത് ധരിക്കുന്നത്, അഥവാ ഉളുവോട് കൂടി. അപ്പോ ഒരാൾ രാവിലെ സുബഹി നമസ്കാരത്തിന് ഉളു എടുത്ത് ആ ഷോക്സ് ധരിച്ചാൽ പിന്നെ പിറ്റേന്ന് സുബഹി അടക്കം ഒരു ദിവസം 5 നേരം നാട്ടിലുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഉളു ചെയ്യുമ്പോൾ കാല് കഴുകുന്നതിന് പകരം അതിൽ തടവിയാൽ മതി. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കോഴിക്കോട് താമസിച്ച ആളാണ്. കോഴിക്കോട് ടൗണിൽ മുഗീറദ്ദാർ, മുഖദാർ തന്നെ സ്ഥലം, അത് മുഗീറദ്ദാർ, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു താമസിച്ച സ്ഥലമാണെന്ന് പറയപ്പെടും. അദ്ദേഹം പറയാണ്, കുൻതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഅഹ്വൈതു ലി അൻസിഅ ഖുഫൈഹി, അങ്ങനെ വുളൂ ചെയ്യുന്ന സമയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ, പ്രവാചകന്റെ ഖുഫ, കാലുറ ഞാൻ നീക്കാൻ വേണ്ടി ശ്രമിച്ചു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ജീവന് തുല്യം സ്നേഹിക്കുക. എന്ത് ഖിദ്മത്ത് ചെയ്യാനാണ് അവസരം കിട്ടുക എന്ന് നോക്കി നടക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പേര് സ്വാഹിബുൻ നിആൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന്റെ ആള് എന്നാണ്. ചെരുപ്പ് കഴിച്ചു വെച്ചാൽ അത് സ്ഥലത്ത് എടുത്ത് വെക്കുക, പിന്നെ എവിടെ പോണേ പെട്ടെന്ന് ചെരുപ്പ് എടുത്തു കൊടുക്കുക, ആ ചെരുപ്പ് വൃത്തിയാക്കി കൊടുക്കുക. ഇത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്ഥിരം ഡ്യൂട്ടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് തന്നെ വന്നു, എന്ത്, സാഹിബുൻ നിആൽ, പ്രവാചകന്റെ ചെരുപ്പിന്റെ ആള്. അതേപോലെ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉളൂ ചെയ്യേണ്ട സന്ദർഭത്തിൽ യാത്ര പോകുമ്പോ കാല് കഴുകണല്ലോ, പ്രവാചകന്റെ ഖുഫ അഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ, അത് രണ്ടിനെയും നീ വിട്ടേക്കുക. ഇന്നി അദ്ഖൽതുഹാ ത്വാഹിറത്തൈനി, ഞാനത് ശുദ്ധിയായതിന്റെ ശേഷമാണ് ധരിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫമസഹ അലൈഹിമാ, അത് രണ്ടിന്റെ മേലും ഉളു ഉണ്ടാക്കുമ്പോൾ തടവി. അപ്പൊ ഉളുവോടുകൂടി ആയിരിക്കണം അത് ധരിക്കുന്നത് എന്നതാണ് അതിന്റെ ഒന്നാമത്തെ നിബന്ധന. 2, ചെറിയ അശുദ്ധിക്ക് മാത്രമാണ് ഈ തടവുക എന്നത്. കുളിക്കേണ്ടി വന്നാൽ ആ ഷോക്സ് അഴിച്ചിട്ട് തന്നെ കുളിക്കണം. ഉളൂ ഇല്ലാത്ത അവസ്ഥക്കാണുള്ള ചെറിയ ശുദ്ധി എന്ന് പറയാം. ആ ചെറിയ ശുദ്ധിന്റെ സമയത്ത് കാല് കഴുകുന്നതിന് പകരം ഇതിമ തടവാൻ മാത്രമേ അനുവാദം നൽകിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹാബികൾ പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു, ഇദാ കുന്നാ സഫറൻ, ഞങ്ങൾ യാത്രയിലാണെങ്കിൽ, അല്ലാ നൻസിഅ ഖിഫാഫന, ഞങ്ങളെ ഖുഫ അഴിച്ചു മാറ്റേണ്ടതില്ല എന്ന് പ്രവാചകൻ കൽപ്പിച്ചു. തലാസത്ത അയ്യാമിൻ, 3 ദിവസം, വലയാലിഹിന്ന, 3 പകലും 3 രാത്രി, ഇല്ലാമിൻ ജനാബത്തി, ജനാബത്തുകാരനായാൽ ഒഴികെ. അപ്പൊ ജനാബത്ത് എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധം എന്നുള്ളതാണ്. കുളി നിർബന്ധമാകുന്ന അവസ്ഥ വരുമ്പോൾ അത് അഴിച്ചിട്ട് കുളിക്കണം. ഇനി ഒരാള് ഹുഫമേൽ തടവി ശേഷം അതൊന്ന് ഊരേണ്ട ഒരു ആവശ്യം വന്നു, ഊര് നിൽക്കുക, അതുകൊണ്ട് അതുണ്ടാക്കിയതിന് യാതൊരു കുഴപ്പമില്ല. അതേപോലെ തന്നെ സമയപരിധി, ഈ യാത്രക്കാരന് 3 ദിവസം, നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് 1 ദിവസം. എന്ന് പറഞ്ഞാൽ ശുദ്ധിയോടുകൂടി ഷോക്സ് ധരിച്ചു, ഒരാൾ സുബീക്ക് ധരിച്ചു, പക്ഷെ തടവാൻ തുടങ്ങിയത് ലുഹറിനാ നിൽക്കുക, എന്നാ പിറ്റേന്ന് ലുഹർ വരെ. തടവാൻ എപ്പോഴാണോ ആരംഭിക്കുന്നത് അത് മുതലാണ് 1 ദിവസം കണക്കാക്കുക എന്നർത്ഥം. അതേപോലെ തന്നെ ഈ ധരിക്കുന്ന ഷൂ, ഷോക്സ്, കാലുറ വൃത്തിയുള്ളതായിരിക്കണം. നജസ് കൊണ്ട് നിർമ്മിച്ചതാവരുത്. ഇസ്ലാം നജസായി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിർമ്മിച്ചതും ആവരുത്. അതിന്മേൽ നജസ് ഇല്ലാതിരിക്കുകയും വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുക, ചെരുപ്പിട്ടിട്ട്. അപ്പൊ എല്ലാവരും ചെരുപ്പിട്ട് നിസ്കരിച്ചു. നമസ്കാരത്തിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ ചെരുപ്പ് അഴിച്ചു മാറ്റി. അപ്പൊ എല്ലാവരും അഴിച്ചു മാറ്റി. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഷൂ ഇത് അഴിച്ചു മാറ്റിയത്? അപ്പൊ നിങ്ങൾ അഴിച്ചു മാറ്റിയത് എന്തിനാണ്? അതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അതിന്മേൽ നജസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഴിച്ചു മാറ്റി. അപ്പോ
ഷൂ ആവട്ടെ, ഷോക്സ് ആവട്ടെ, കാലുറയാവട്ടെ, അതിൽ നജസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ തോലുകൊണ്ട് നിർമ്മിച്ച ഷൂ ആവണം എന്ന നിബന്ധന ഷാഫിഈ മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. വകുല്ലുമാ യസ്തുറു റിജ്ലൈൻ, നിന്റെ കാല് മൂടിക്കളയുന്ന എന്ത് വസ്തു നീ ധരിച്ചിട്ടുണ്ടെങ്കിലും യുംസഹു അലൈഹി, അൽമ തടവാവുന്നതാണ്. ലാ ഇബ്രത ബിൽ അസ്മാ വൽ അജ്നാസ്, അതേത് വകുപ്പിൽപ്പെട്ടതാണ്, അതിന്റെ പേരെന്താണ് എന്നത് പരിഗണനീയമല്ല. അതേപോലെ തന്നെ ഈ ചെറിയ ദ്വാരങ്ങൾ, ഓട്ടകൾ, കീറലുകൾ ഉണ്ട് നിൽക്കുക, അതുകൊണ്ടും പ്രശ്നമല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. തോലുകൊണ്ട് തന്നെ വേണം എന്ന് പറയുന്ന വാദത്തിന് യാതൊരു അടിത്തറയുമില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞു. വഷ്തിറാത്തു തജ്ലീദി ഫഖതഅ ലാ മഅന ലഹു, തോലുകൊണ്ട് നിർമ്മിച്ച കാലുറ തന്നെ ആവണം എന്ന് ചില ആളുകൾ പറയുന്നു, അതിന് യാതൊരു അടിത്തറയുമില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ ചില ആളുകൾ ഹുഫ കീറിയിട്ടുണ്ടെങ്കിൽ, കാലിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പറ്റൂല എന്ന് പറയാറുണ്ട്. പക്ഷേ അതും ശരിയല്ല. കാല സൗരി, ഇമാം സൗരി റഹിമഹുല്ല പറയാണ്, ഇംസഹ് അലൈഹിമ, നീ ആ രണ്ട് കാലിന്റെയും കാലുറമെഴുതി തടയുക. മാ തഅല്ലഖത് ബിഹി രിജുലുക, എത്ര കാലാണോ എന്റെ കാൽമല ഇടുന്നത് അത്രയും കാലം നീ തടവിക്കോ. ആ സമയപരിധി കഴിയുമ്പോൾ അഴിച്ചിട്ട് ഒളു എടുത്ത് വീണ്ടും ധരിക്കണം എന്ന് മാത്രം. ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസമാണ് കാലാവധിയെങ്കിൽ ആ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതഴിച്ച് ഒതുണ്ടാക്കി വീണ്ടും ധരിക്കുക, വീണ്ടും ഒരു ദിവസം തടവാം. യാത്രക്കാരന് 3 ദിവസവും 3 രാത്രി 3 പകലും ആണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഊരി ഒതുണ്ടാക്കി വീണ്ടും ധരിച്ചാൽ വീണ്ടും 3 ദിവസം തടവാം. അത് എത്ര കാലമാണോ നീ ധരിക്കുക അത്രയും കാലം. വഹൽ കാനത്ത് ഖിഫാഫുൽ മുഹാജിരീന വൽ അൻസാർ മുഹറഖതൻ വ മുശഖഖതൻ വ മുറഖഅതൻ, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഖുഫമൽകൾ കീറിയതും കണ്ടം വെച്ചതുമായിരുന്നല്ലോ. അതുകൊണ്ട് കീറിയതുകൊണ്ടോ കഷ്ണം വെച്ച് തുന്നിയതുകൊണ്ടോ ഒന്നും അത് അനുവദനീയമല്ലാത്ത പരിധിയിലേക്ക് വരുന്നില്ല എന്ന് ഇമാം സൗരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അനുവദനീയമായ പാദരക്ഷ മോഷ്ടിച്ചതോ വഞ്ചിച്ചതോ അങ്ങനെ ആവുമ്പോഴും അത് തടവിയാൽ മതിയാവുന്നതല്ല. കാരണം നമ്മുടെ ഡ്രസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും വീടും ഒക്കെ ഹലാലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വന്ന് അവിടെ ഒരു യാത്രക്കാരൻ ദീർഘയാത്ര കഴിഞ്ഞ് വന്ന് പള്ളിന്റെ ഒരു മൂലക്കുന്ന് 2 കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തി യാ റബ്ബ് യാ റബ്ബ്. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു പറഞ്ഞതാ. യാത്രക്കാരന്റെ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി, ഇതൊക്കെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഒരു പള്ളിന്റെ മൂലക്കൽ നിന്നിട്ട് ദീർഘയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഒരാൾ ദ്വാരക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക? അവന്റെ വസ്ത്രവും അവന്റെ വാഹനവും അവന്റെ ഭക്ഷണമൊക്കെ ഹറാമാണ്. ഹറാമ് കലർന്നത് എന്താണെങ്കിലും അള്ളാഹു അനുവദിക്കുകയില്ല. അതേപോലെ തന്നെ ഹറാമായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ പുരുഷന്മാർക്ക് പട്ട് ഹറാമാണ്, സ്വർണം ഹറാമാണ്. ഇതുകൊണ്ടോ ഇതിന്റെ അംശങ്ങളോ കൂടിയ ഡ്രസ് കാലുറയാണ് ധരിച്ചതെങ്കിൽ അത് പാടില്ല. അതാണ് ഹറാമായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാവരുത് എന്ന് പറയുന്നത്. ഇനി തടവുന്നത് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജനാപത്തുണ്ടാവുക. വലിയ ശുദ്ധി ഉണ്ടായാൽ പിന്നെ തടവിയാ പോരാ, അത് അഴിച്ചിട്ട് കുളിക്കണം. 2, ഈ സമയപരിധി തീരുക. ഒരു ദിവസം കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ അഴിക്കണം, എന്നിട്ട് വീണ്ടും ഒതുണ്ടാക്കി വീണ്ടും ധരിക്കണം. ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ തടവണം, എവിടെ തടവണം? അലി അള്ളാഹു പറയുന്നുണ്ട്, ലൗ കാന ദീനു ബിർറഈ, അള്ളാന്റെ ദീന് ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചായിരുന്നു എങ്കിൽ, നമ്മളിങ്ങനെ ഗവേഷണം നടത്തി നമുക്ക് നല്ലത് തോന്നിയാൽ അങ്ങനെയാണ് അള്ളാന്റെ ദീനിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നതെങ്കിൽ കാന അസ്വലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു, ഹുഫയുടെ അടിയിലാ തടവേണ്ടത്. കാരണം അവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടാവാൻ സാധ്യത ഉള്ളത്. പക്ഷെ ഹുഫമേൽ തടവുമ്പോൾ തടയേണ്ടത് വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു അലാ ളാഹിരി ഖുഫൈഹി, അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുഫയുടെ മുകൾ ഭാഗം തടകുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ അള്ളാന്റെ ദീന് എന്നത് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട്
നമ്മളെ അഭിപ്രായം അനുസരിച്ച് അല്ല ഓരോ നിയമങ്ങൾ ഉണ്ടാവുക. ആയിരുന്നെങ്കിൽ തടവേണ്ടത് അടിയിലായിരുന്നു എന്നാണ് അലി അള്ളാഹുവിന് പറഞ്ഞത്. വലത് കൈകൊണ്ട് വലത് കാലുറയും ഇടത് കൈകൊണ്ട് ഇടത് കാലുടെയും മുകളിൽ ഒറ്റ പ്രാവശ്യം തടവിയാൽ 3 പ്രാവശ്യം കാല് കഴുകുന്നതിന് പകരമായി. ഇനി മറ്റൊന്ന്, തലപ്പാവ്, സ്ത്രീകളുടെ മൊക്കന, ഇതൊക്കെ ഇതിന്റെ മുകളിൽ തടവുന്ന എന്നും തടവാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നുണ്ട്. ഊരൽ പ്രയാസമുള്ള തലപ്പാവാണെങ്കിൽ, ഊരാൻ പ്രയാസമുള്ള മൊക്കനയാണെങ്കിൽ 2 രീതിയിൽ തടവാം. ഒന്ന്, അതിന്റെ മുകളിൽ മാത്രമായി തടവാം. അല്ലെങ്കിൽ കുറച്ച് ഭാഗം നെറ്റി, ബാക്കി തലമുകളിലുള്ള തലപ്പാവാണെങ്കിലും മൊക്കനയാണെങ്കിലും അതിന്റെ മുകളിലും തടവാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുക? വളരെ തിരക്കുള്ള സ്ഥലം. നമുക്കറിയാം, മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ഈ വളരെ തിരക്കുള്ള സമയത്ത് ഹജ്ജിനൊക്കെ പോയാൽ അങ്ങനെയുള്ള ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്ത്രീകളാണെങ്കിൽ എല്ലാ മൊക്കനൊന്നും അഴിക്കാൻ പറ്റാത്ത സമയം ഉണ്ടാവും. ഒരുപാട് ആളുകൾ മുമ്പുന്നായിരിക്കും ഇത് ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ ഒക്കെ കുറച്ച് ഭാഗം നെറ്റിയും മുടിയും കൂട്ടി ബാക്കി ഈ മൊക്കനയുടെ തലപ്പാവിന്റെ മുകളിൽ തടവുന്നതിന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഹുഫമേൽ അല്ലെങ്കിൽ ഷോക്സിന്മേൽ തടവുക എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ കുളി എന്ന് പറയുന്നത് ശരീരത്തോടുള്ള 10 കടമകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുളി. ഈ കുളി നിർബന്ധമുള്ള കുളിയുണ്ട്, സുന്നത്തായ കുളികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിർബന്ധമായ കുളി വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധി ഉള്ള ആളാണെങ്കിൽ കുളിക്കൽ നിർബന്ധം. അത് ഉളൂനെ പറ്റി പറഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, ജനാബത്തുണ്ടാവുക, ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകിൽ കുളിക്കൽ നിർബന്ധമായി. ഇന്നമൽ മാഉ മിനൽ മാ എന്ന് പറഞ്ഞാൽ ശുക്ലം പുറത്തേക്ക് വന്നാൽ അത് കുളിക്കൽ നിർബന്ധമായി എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇദാ റഅയ്തൽ മദിയ ഫഗ്സിൽ ദക്കറക വതവല്ല വുദൂഅക ലിസ്സലാ. മതി, വൈകാരികമായ ആഗ്രഹങ്ങളും ചിന്തകളും ചേഷ്ടകളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്റെ ലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൊഴുത്ത ദ്രാവകമാണ് മതി. അത് കണ്ടാൽ നീ എന്ത് ചെയ്യണം? കഴുകുക. എന്നിട്ട് ഉളൂ ചെയ്താൽ മതി, കുളിക്കേണ്ടതില്ല. എന്നാ ഇതാ ഫലഹ്തൽ മാ, ശക്തമായ ഇന്ദ്രിയം തെറിച്ചു വീണാലോ ഫല്യഗ്തസിൽ, നീ കുളിക്കണം, കുളിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇനി സ്ഖലനം ഉണ്ടായില്ലെങ്കിൽ, ശാരീരിക വൈകാരിക ചേഷ്ടകൾക്കിടയിൽ സ്ഖലനം ഉണ്ടായില്ല എന്ന്, മറ്റുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമുണ്ടോ അല്ലേ എന്നത് സ്വഹാബികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്. അൻ അബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാം, ഖദ് ഇഖ്തലഫ ഫീ ദാലിക റഹ്തും മിനൽ മുഹാജിരിൻ വൽ അൻസാർ. ഈ വിഷയത്തിൽ മുഹാജിറുകളും അൻസാറുകളും 2 തരം അഭിപ്രായത്തിലാണ് വന്നുപെട്ടിട്ടുള്ളത്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ്. ഫഖാലൽ അൻസാറു, അൻസാറുകൾ പറയാൻ, മദീന നിവാസികൾക്കാണല്ലോ അൻസാറുകൾ എന്ന് പറയാം, ലാ യജിബുൽ ഗുസ്ലു ഇല്ലാ ബിദ്ദഫ്ഖി ഔ മിനൽ മാഇ, ശുക്ലം പുറത്തേക്ക് വന്നാലല്ലാതെ, നനവ് കണ്ടാലല്ലാതെ കുളി നിർബന്ധമില്ല എന്നാണ് അൻസാറുകൾ പറഞ്ഞിട്ടുള്ളത്. വഖാൽ മുഹാജിറൂന, മുഹാജിറുകൾ പറഞ്ഞെന്താ, ബൽ ഇദാ ഹാലത്ത ഫഖദ് വജബ ഗുസ്ൽ, ആണും പെണ്ണും ശാരീരികമായിട്ട് അവരുടെ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ സ്പർശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും എന്ന് മുഹാജിറു പറഞ്ഞു. അപ്പോ കാല അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, അന അഷ്ഫീക്കും മിൻ ദാലിക, ഞാൻ ഇതിലൊരു തീരുമാനം പറഞ്ഞുതരാം എന്നിവിടെ അദ്ദേഹം നേരെ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോകും. അവിടെ ചെന്ന് അനുവാദം ചോദിച്ചു. ഉദിനലി, അങ്ങനെ എനിക്ക് അനുവാദം കിട്ടി. ഫഖുൽതു ലഹ, ഞാൻ ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ ഉമ്മ ഇന്നി ഉരീദു അൻ അസ്അലുക അൻ ഷൈഇൻ, ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇന്നി അസ്തഹീക, വളരെ ലജ്ജയുണ്ട്, കാരണം ഒരു സ്ത്രീയോട് അന്യപുരുഷനെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തസ്തഹി,
ഇത് ലജ്ജിക്കേണ്ടതില്ല. അന്നു ഉമ്മക്ക, ഉമ്മനോട് സംസാരിക്കുമ്പം മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന ഉമ്മുക്ക, ഞാൻ താങ്കളുടെ ഉമ്മയാണ്, ചോദിച്ചോളുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മാ യൂജബുൽ ഹുസ്ലു, എപ്പോഴാണ് കുളി നിർബന്ധമാവുക? അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞത് എന്താ അറിയോ? അലൽ ഹബീദി സഖത്ത, അത് ചോദിക്കേണ്ട ആളോട് തന്നെയാണ് നീ ചോദിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ച് നമുക്ക് പറഞ്ഞു തരാനാണല്ലോ ഇത്ര ചെറുപ്പത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഇ വമസ്സൽ ഖിതാനു ഫഖദ് വജബൽ ഗുസ്ലു, ഒരു പുരുഷൻ സ്ത്രീയുടെ 4 അവയവങ്ങൾക്കിടയിൽ ഇരിക്കുകയും ലൈംഗികാവയവങ്ങൾ തമ്മിൽ സ്പർശിക്കുകയും ചെയ്താൽ വജബൽ ഗുസ്ലു, കുളി നിർബന്ധമാണ് എന്ന് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇല്ലം യൻസിൽ, അവനക്ക് സ്ഖലനം ഉണ്ടായില്ലെങ്കിലും ശരി. അപ്പൊ ആയിഷ അള്ളാഹുവിന്റെ അഭിപ്രായത്തില് ഈ സ്ഖലനം ഉണ്ടാവേണ്ടതില്ല, കുളിക്കാൻ അർത്ഥം. എന്നാൽ അൻ സെയ്ദ് ബിൻ ഖാലിദ്, അദ്ദേഹം ഒരു സഹാബിയാണ്, അദ്ദേഹം പറയാണ് അന്നഹു സഅല ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ പറ്റി. ഫഖാല, അദ്ദേഹം പറഞ്ഞു അറഅയ്ത ഇദാ ജാമഅ റജുലു ഇംറഅതഹു ഫലം യംനി. അദ്ദേഹം ചോദിച്ചത് എന്താ വെച്ചാൽ, ഉസ്മാൻ, ഒരു സ്ത്രീ പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇത് മനിയ് പുറപ്പെട്ടില്ലെങ്കിൽ, സ്ഖലനം ഉണ്ടായില്ലെങ്കിൽ കുളി നിർബന്ധമാകുമോ? ഫഖാല ഉസ്മാൻ, ഉസ്മാൻ അള്ളാഹു പറഞ്ഞു യതവല്ലഉ കമാ യതവല്ലഉ ലിസ്വലാ, നീ നമസ്കാരത്തിന് ഒതുണ്ടാക്കണമേ ഒതുണ്ടാക്കിയാൽ മതി. വയഗ്സിലു ദക്കറഹു, ലൈംഗിക അവയവം കഴുകുക. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു കേട്ടിട്ടുണ്ട്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു കേട്ടിട്ടുണ്ട്, ത്വൽഹത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു കേട്ടിട്ടുണ്ട്, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രഗത്ഭരായ സ്വഹാബികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥിതിക്ക് പണ്ഡിതന്മാർ പറയുന്നു, ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുളിക്കലാണ് ഉത്തമം. അത് ലൈംഗിക ചേഷ്ടയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്ഖലനം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, കുളിക്കലാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടും. അതുപോലെ തന്നെ സ്വപ്നസ്ഖലനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ഭാര്യ. അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അള്ളാഹു ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു സത്യം പറയുന്നതിൽ ലജ്ജിക്കുന്നവനല്ലല്ലോ. ഫൽ ഹലൽ മർഅത്തി ഗുസ്ലുൻ ഇദാ ഇഹ്തമലത്, ഒരു സ്ത്രീ പുരുഷനുമായി, ഒരു സ്ത്രീക്ക് ഈ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ കുളിക്കേണ്ടതുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം, അതെ, ഇദാ റഅത്തിൽ മാഅ, വെള്ളം നനവ് നീ കണ്ടാൽ. അപ്പൊ നനവ് കണ്ടാൽ, നനവുണ്ടാകുന്ന ഉറക്കത്തിനാണ് മിക്കവാറും സ്വപ്നസ്ഖലനം ഉണ്ടാവുക. ചിലപ്പം അയാൾ അറിഞ്ഞോളണമെന്നില്ല, അയാൾ ഒരു ലൈംഗിക ചേഷ്ടയും നടത്തിക്കോണമെന്നില്ല. എഴുന്നേറ്റ് നോക്കുമ്പോൾ നനവ് കണ്ടാൽ അവന് കുളി നിർബന്ധമാകുന്നു. അപ്പൊ ഉറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തോടെയാണെങ്കിലും അല്ലെങ്കിൽ ശക്തമായിട്ടാണെങ്കിലും അല്ലെങ്കിലും കുളി നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നനവ് കണ്ടാൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ടതില്ല. ഇനി ഉറക്കിൽ നിന്ന് ഉണരുന്നത് നനവ് കണ്ടു നിൽക്കുക, ഇതിൽ 2-3 അവസ്ഥ ഉണ്ടാവും. എന്താണ്? ഒന്ന്, അത് ഇന്ദ്രിയമാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇന്ദ്രിയമാണെന്ന് ഉറപ്പുവരുത്തിയാൽ കുളിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നമസ്കരിച്ചു. നമസ്കാര ശേഷമാണ് ഡ്രസ്സിൽ നനവ് കണ്ടത്. അദ്ദേഹം ചെയ്തു, കുളിച്ചു, ആ നമസ്കാരം രണ്ടാമത് മടക്കി നമസ്കരിച്ചു എന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനി ഇന്ദ്രിയം അല്ലെന്നുറപ്പാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലൈംഗിക ചേഷ്ട നടത്തിയതായി ഓർമ്മയുണ്ടെങ്കിൽ, അത് ചിന്തിച്ചതാവാം, വികാരത്തോടെ നോക്കിയതാവാം, ആ നനവിനെ മതിയായി കണക്കാക്കി ലിംഗം കഴുകുകയും ഉളു എടുക്കുകയും ചെയ്യുക. ഇനി അങ്ങനെ ലൈംഗിക ചേഷ്ട നടത്തിയൊന്നും ഓർമ്മല്ല, നനവ് കാണുന്നു എങ്കിലോ 2 അഭിപ്രായമാണ്. ഒന്ന്, കുളി നിർബന്ധമാണ്. കാരണം നനവ് കാണുകയും സ്ഖലനം സംഭവിച്ചതായി ഓർമ്മയില്ലാതിരിക്കുകയും ചെയ്ത വ്യക്തിയോട് കുളിക്കട്ടെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. സ്ഖലനം സംഭവിച്ചതായി തോന്നുകയും നനവ് കാണാതിരിക്കുകയും ചെയ്ത വ്യക്തിയോട് അവൻ കുളിക്കേണ്ടതില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത്, കുളി നിർബന്ധമല്ല, കാരണം ശുദ്ധി ഉണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ ശുദ്ധി പോയോന്നാണ് സംശയത്തിന്റെ പേരിൽ സ്ഥിരപ്പെട്ട് നീങ്ങിപ്പോവുകയില്ല, ആ അടിസ്ഥാനത്തിൽ കുളിക്കേണ്ടതില്ല.
അതേപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നാൽ കുളി നിർബന്ധമാണ്. ഇതാ ജലസ ബൈന ശുഅബിഹ, നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീയും പുരുഷനും കൂടിയിരുന്ന് അവരുടെ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ സ്പർശിച്ചാൽ കുളി നിർബന്ധമാണ്. അതേപോലെ തന്നെ ഒരാൾ മുസ്ലിം ആയാൽ, നിർബന്ധമല്ല, ഒരാൾ മുസ്ലിം ആയാൽ കുളിക്കൽ സുന്നത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഖൈസ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നാൽ ഈ കുളി നിർബന്ധമില്ല. ബഹുഭൂരിഭാഗം സ്വഹാബികളും അനെ കുളിച്ചതോ അള്ളാഹുവിന്റെ റസൂൽ അവരോട് കുളിക്കാൻ കൽപ്പിച്ചതോ ആയി നമ്മൾ കാണുന്നില്ല. മറ്റൊന്ന്, ഒരു മുസ്ലിം മരിച്ചാൽ കുളിപ്പിക്കാം. അത് നമ്മക്കാണ് ബാധ്യത, മരിച്ച ആൾക്കല്ല. ഷഹീദ് ഒഴികെ രക്തസാക്ഷികൾ എന്ത് ചെയ്യാൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ. ആരാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ? സ്ത്രീകളുടെ വളണ്ടിയറാണ്. ഓരോ സ്ത്രീകൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് MGMന്റെ എന്ന് പറഞ്ഞാല് മുഴുവൻ സ്ത്രീകളെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ. അവർ പെരുന്നാളിന്റെ തലേ ദിവസം എല്ലാ വീടും സന്ദർശിച്ച് മൊക്കനല്ലാത്തവർക്ക് മൊക്കന, ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാടായിട്ടും തൽക്കാലം ഉപയോഗിക്കാനൊക്കെ കൊടുത്ത് ഹൈദുള്ള സ്ത്രീകളെയും നിഫാസുള്ള സ്ത്രീകളെയും എല്ലാവരെയും ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ച വളണ്ടിയറുടെ പേരാണ് ഉമ്മു അത്തിയ. അവർ പറയാണ്, ദഖല അലൈന അൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളടുത്ത് പ്രവേശിച്ചു. വനഹനു, ഞങ്ങളാണെങ്കിലോ അദ്ദേഹത്തിന്റെ മകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിന്റെ ഒരു മകൾ മരിച്ച് അവരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിപ്പിക്കേണ്ട രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോ ഒരാൾ മരിച്ചാൽ കുളിപ്പിക്കണം. അതേപോലെ തന്നെ ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവ രക്തത്തെ പറ്റി പ്രവാചകർ അവർ നിന്നോട് ചോദിക്കുന്നു. എന്താ പറയേണ്ടത്? ഖുൽ, നബിയെ പറയണം, ഹുവ അദൻ, അതൊരു പ്രയാസമുള്ള സംഗതിയാണ്. ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദി, ആർത്തവമുള്ള സ്ത്രീകളിൽ നിന്ന് കിടപ്പറയിൽ നിങ്ങൾ വിട്ടു നിൽക്കണം. ശാരീരിക ബന്ധം മാത്രമേ പാടില്ല എന്ന് പറഞ്ഞു. ഓളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നോ വീട്ടിൽ കയറാൻ പാടില്ല. ചില മതങ്ങളിൽ ആർത്തവമുള്ള സ്ത്രീകൾ വീടിന്റെ പുറത്ത് ഏതോ മരത്തിന് ചോട്ട് പോയിരുന്നത് വൈകുന്നേരം ആക്കണത് കാണാം. ഇസ്ലാമിൽ ഒന്നുമില്ല. കൂടെ കിടക്കാം, ഭക്ഷണം കഴിക്കാം, യാത്ര ചെയ്യാം, സംസാരിക്കാം. ശാരീരിക ബന്ധം മാത്രം പാടില്ല. അവർ ശുദ്ധിയാകുന്നത് വരെ. വൈദാ തത്വഹർണ, അവർ ശുദ്ധിയായാലോ അവർ നിങ്ങൾക്ക് ശാരീരികമായിട്ട് അവരുമായി ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോ ഒരു ആർത്തവക്കാരി ആർത്തവം അവസാനിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അവസാനിച്ചിട്ട് ഉള്ള കുളിയെ പരിഗണിക്കുള്ളൂ. ആർത്തവമുള്ള സമയത്തുള്ള കുളി ഈ കുളിയായി പരിഗണിക്കുകയില്ല. 6-7 ദിവസമാണ് ആർത്തവത്തിന്റെ കണക്ക്. 15 ദിവസം വരെ ഉണ്ട് എന്നത് ശരിയല്ല. ഇനി 6-ൽ കുറവാ നിൽക്കുക. ആ കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ 6-7 ദിവസം ആവട്ടെ എന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ആർത്തവ രക്തം മുറിഞ്ഞ ഒരു സ്ത്രീ ബാക്കി കുളിച്ച് നമസ്കരിക്കണം. ഇനി സാധാരണ 3 ദിവസം ഉണ്ടാവല്, ഒരു ദിവസം ഉണ്ട് 4-ാമത്തെ ദിവസം, അത് രോഗമായി കണക്കാക്കണം. അവൾ സാധാരണ ഉണ്ടാകുന്ന ആ 3 ദിവസം ഹൈദായിട്ട് ആർത്തവായിട്ട് കണക്കാക്കുകയും അത് കഴിഞ്ഞാൽ കുളിച്ച് നമസ്കരിക്കുകയും വേണം. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ആർത്തവം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തിന് ഇസ്തിഹാദത്ത് എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ രോഗമാണ്. അവരെന്ത് ചെയ്യണം? അവര് ഓരോ നമസ്കാരത്തിനും ബാങ്ക് വിളിച്ചതിന് ശേഷം ഒളു എടുക്കുക, നമസ്കരിക്കുക. കുളിക്കൽ അവർക്ക് നിർബന്ധമല്ല, ഒളു ചെയ്താൽ മതി. ഓരോ നമസ്കാരത്തിനും വേറെ വേറെ ഒളു ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. അന്ന ഫാത്തിമത ബിന്ത് അബി ഹുബൈഷ്, ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് കാനത്ത് തുസ്തഹാദു, അവർക്ക് ഇസ്തിഹാദത്ത് ഉണ്ടായി. ഫസഅൽതു നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അതൊരു ഒരു തരം നീരാണ്, അത് ഹൈളല്ല. അങ്ങനെ നിനക്ക് സാധാരണ ഹൈൾ ഉണ്ടാകുന്ന ദിവസം എത്രയാണോ ആ ദിവസം നീ നമസ്കാരം ഒഴിവാക്കുക. അത് കഴിഞ്ഞാൽ നീ കുളിച്ച് നമസ്കരിക്കണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് കാണാം. അതുപോലെ പ്രസവ രക്തം നിലച്ചു കഴിഞ്ഞാൽ ഒരു കുളി നിർബന്ധം. അത് പ്രസവ രക്തം പോയിക്കൊണ്ടിരിക്കെ കുളിക്കുന്ന കുളി ഈ കുളിയിൽ ഉൾപ്പെടുത്തൂല. അത് ഏറ്റവും കൂടിയ കാലാവധി 40 ദിവസമാണ്. എല്ലാ സ്ത്രീകൾക്കും 40 ദിവസം ആവണമെന്നില്ല. എപ്പോഴാണോ ശുദ്ധിയാവുന്നത് അപ്പോൾ മുതൽ നമ്മൾ നമസ്കാരം, കുളിച്ച് നമസ്കാരവും മറ്റു ഇബാദത്തും ആരംഭിക്കണം. അതേപോലെ വലിയ അശുദ്ധിയുള്ള ആൾക്ക് പാടില്ലാത്ത സംഗതികൾ: 1, നമസ്കാരമാണ്, നമസ്കരിക്കാൻ പാടില്ല. 2, ത്വവാഫ് ചെയ്യാൻ പാടില്ല. നമസ്കാരം സുന്നത്തും ഫർളും പാടില്ല.
പരിശുദ്ധ ഖുർആന്റെ പാരായണവും ജനാപത്തുള്ള ആൾക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സ്വഹാബികൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് എപ്പോഴും ഖുർആൻ ഓതിത്തരും. മാലം യക്കുൻ ജുനുബൻ, അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാപത്തുള്ളവനല്ലാത്ത റസൂൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഖുർആൻ ഓതിത്തരും എന്ന് പറഞ്ഞതായി ചരിത്രത്തിന്റെ ഹദീസിന്റെ കഥകൾ കാണാം. അതേപോലെ തന്നെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല, പള്ളിയിൽ നടന്നു പോവാം. ഇല്ലാ ആബിരി സബീൽ, ഖുർആൻ തന്നെ പറഞ്ഞു നടന്നു പോവാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സാധനം എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു പറഞ്ഞാൽ, ആയിഷ ആ ഒരു ഡ്രസ്സ് എടുക്ക്. അപ്പൊ ആയിഷ എന്ന് പറഞ്ഞു, ഞാൻ ഹൈദുള്ള ആളാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഹൈദ് കൈമലല്ലോ, അതുകൊണ്ട് അത് എടുത്തു കൊണ്ടുവരാം. അപ്പൊ പള്ളിയിലൂടെ നടന്നു പോകുന്നതിന് വിരോധമല്ല, പള്ളിയിൽ താമസിക്കരുത് ജനാപത്തുള്ള ആളുകൾ. അതേപോലെ കുളിയുടെ രൂപം എങ്ങനെയാണ്, എങ്ങനെ കുളിക്കണം? ഒന്ന് നിയ്യത്താണ്, ഞാൻ ജനാപത്ത് കുളിക്കുന്നു, അല്ലെ ഹൈദ് ആർത്തവ രക്തം ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള കുളി കുളിക്കുന്നു, അല്ലെ പ്രസവ രക്തം നിലച്ചതിന് ശേഷമുള്ള കുളി കുളിക്കുന്നു എന്നത് മനസ്സിൽ നമ്മൾ കരുതണം. 2, ബിസ്മില്ല എന്ന് പറയണം. 3, ഇടത് കൈ കൊണ്ട് ഗുഹ്യഭാഗം നന്നായി കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് ആ കൈ സോപ്പോ അതുപോലുള്ള വസ്തുക്കളോ ഉപയോഗിച്ച് നന്നായി കഴുകണം. വിശ്വാസന്റെ കാലത്ത് നിലത്തിട്ട് വരക്കല്, അന്ന് സോപ്പ് ഇല്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോ നമുക്ക് സോപ്പ് അതുപോലെ സാധനങ്ങൾ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. 6, പൂർണ്ണമായി ഒളു എടുക്കണം. ആ ഒളുയിൽ കാല് കഴുകൽ നീട്ടി വെക്കുക, കാല് കഴുകരുത്, അല്ലാത്തൊക്കെ കഴുകുക. എന്നിട്ട് കുളിക്കുക. കുളിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ആ കാല് കുളിച്ച സ്ഥലത്തിന് ലേശം മാറി നിന്ന് ആ കാല് കഴുകുക. എങ്കിൽ പിന്നെ നമസ്കരിക്കാൻ വേറെ ഒളു എടുക്കേണ്ടതില്ല. നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ സോപ്പ് തേക്കുമ്പോൾ ഗുഹ്യസ്ഥാനൊക്കെ തൊടും, കുഴപ്പമില്ല, കാല് കഴുകിയില്ല. അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് തല തോർത്തിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ കുളിച്ച സ്ഥലത്ത് ലേശം മാറി നിന്നിട്ട് കാലാണ്ട് കഴുകിയാൽ ആ ഒളു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമസ്കാരം നിർവഹിക്കാം. ശേഷം 3 തവണ തലയിൽ കൂടെ വെള്ളമൊഴിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് മുടിക്കെട്ട് അഴിക്കേണ്ടതില്ല. ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നന്നായി മുടി കെട്ടിവെക്കുന്ന ആളാണ് റസൂലെ, ഞാൻ ജനാബത്ത് കുളിക്കുമ്പോൾ അത് അഴിച്ചിടേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, അതിന്റെ മോളെ 2-3 പാട്ട് വെള്ളം അണ്ടൊഴിച്ചാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കണം. വലത്തതിനെ മുന്തിക്കുക. ഏത് സമയം തന്നെ, ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശുദ്ധിയാകുന്ന വിഷയത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തതിനെ മുന്തിക്കൽ ശ്രദ്ധിച്ചിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ കക്ഷം, മടക്കുള്ള 2 കാല് ചേരുന്ന തുടയുടെ ചേരുന്ന ഭാഗം, വിരലുകൾക്കിടയിൽ, അതുപോലെ മടങ്ങി നിൽക്കുന്ന സ്ഥലത്തൊക്കെ നന്നായി വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉരച്ച് കഴുകണം. അതുപോലെ തന്നെ വെള്ളം തുടക്കുന്നതിന് വിരോധമല്ല, കുളിച്ച വെള്ളം തുടക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതേപോലെ തന്നെ വെള്ളത്തിൽ ദുർവ്യയം പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, കുളിയുടെ രൂപം. അടുത്തത് സുന്നത്തായ കുളികൾ. 1, വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്ത്. ആ സുന്നത്ത് വളരെ ശ്രേഷ്ഠമായ സുന്നത്ത. വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് 12 സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, നേരത്തെ പോവുക എന്നതാണ്. നമ്മളെ പള്ളികളിലൊക്കെ നമ്മൾ കാണുന്നത് ഏതാനും കുറച്ച് ആളുകൾ ഖുതുബ തുടങ്ങുന്നുണ്ടാവും. പിന്നീട് മിക്കവാറും പകുതിയിലധികം ആളുകളും ഖുതുബ തുടങ്ങിയതിനു ശേഷമാണ് പള്ളിയിലേക്ക് വരിക. വളരെ ശ്രദ്ധിക്കേണ്ടത്, സുബഹി നമസ്കാര ശേഷം വെള്ളിയാഴ്ച പള്ളിന്റെ എല്ലാ വാതിൽക്കലും മലക്കള് എഴുതാൻ തയ്യാറായി നിൽക്കും. സുബഹി നമസ്കരിച്ച ഉടനെ നിൽക്കും. വരുന്ന ആളുടെ പേരും വരുന്ന സമയവും അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇമാമ് മിമ്പർമ കയറി ഇതാ ജലസൽ ഇമാം, സലാം പറഞ്ഞാടി ഇരിക്കുമല്ലോ, അതോടുകൂടെ ഓല ബുക്കും പെന്നും ഒക്കെ മടക്കിയിട്ട് അവരവിടെ ചെന്ന് ഇരുന്നിട്ട് ഖുതുബ ശ്രദ്ധിക്കും. പിന്നെ വരുന്നവന്റെ കഥ എന്താന്ന് ഇവിടെ ഒന്നും പറയില്ല. ആദ്യ സമയത്ത് എത്തിയവൻ ഒരൊട്ടകത്തിനെ വാങ്ങിയിട്ട് അറുത്തിട്ട് സ്വതക്ക ചെയ്ത കൂലിയ. ഒരു ഷെയർ പോത്തിന് എടുക്കണ 8000 റുപ്യ വേണം. ഒരൊട്ടകത്തിന് സ്വന്തമായി പണം കൊടുത്ത് വേണം, ലക്ഷങ്ങൾ വേണം. അത് വാങ്ങി അതിന് അറുത്ത് പാവങ്ങൾ കൊടുത്ത കൂലി കിട്ടും. പള്ളിയിൽ ആദ്യ സമയം എത്തുന്ന ആൾ, നല്ലോണം മനസ്സിലാക്കണം.
രണ്ടാമത്തെ സമയം പശുവാണ്. മൂന്നാമത്തെ സമയമാണെങ്കിൽ ഒരാടിനെ അറുത്ത് സ്വതക്ക ചെയ്ത കൂലി കിട്ടും. പിന്നെ കോഴി, പിന്നെ കോഴിമുട്ട, പിന്നെ ഇല്ല. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ പണ്ഡിതന്മാർ ഈ മലക്കള് ഇമാമ് ഖുതുബ തുടങ്ങി ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ വരുന്ന ആൾക്ക് ജുമഅ കിട്ടൂല എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ് ഭൂരിഭാഗം. പിന്നെ എന്തെങ്കിലും ന്യായമായ കാരണം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അള്ളാഹു തന്നേക്കാം. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ നേരത്തെ പള്ളിയിലെത്തണം. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തത് കുളി. കുളി വളരെ മുഅക്കദായ നിർബന്ധമാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നഖം മുറിക്കണം മൂന്നാമത്തത്. സന്ധികൾ, ഇങ്ങനെയുള്ള സന്ധികൾ, ബറാമിജികളൊക്കെ നല്ലോണം കഴുകണം. ബറാജി എന്നറിയില്ലോ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രോമങ്ങൾ, കൊക്ഷത്തിലെ ഗുഹ്യസ്ഥാനത്തെ രോമങ്ങൾ നീക്കുക. അതേപോലെ തന്നെ എണ്ണ ഉപയോഗിക്കല് സുന്നത്താണ്. അതേപോലത്തെ സുഗന്ധം, അത് പുരുഷന്മാര് ആറാമത്തെ സുന്നത്തതാണ്. പുരുഷന്മാര് സുഗന്ധം കിട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാക്കൽ. ഒന്നാമത്തെ ബുദ്ധിമുട്ട് ദുർഗന്ധമുള്ള ഭക്ഷണം കഴിച്ചു. ഇപ്പൊ പുകവലിക്കുന്ന ആളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വെളുത്ത ഉള്ളി കഴിച്ച് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ മതാ നമ്മൾ. വെളുത്തുള്ളി എന്ന് പറഞ്ഞ ശരീരത്തിൽ എത്ര നല്ല സാധന, പക്ഷെ അതൊരു തരം വാസന ഉണ്ടാകും. അത് ഈ സദസ്സിൽ ചെല്ലുമ്പോൾ ഉണ്ടാവരുത്. അപ്പൊ സുഗന്ധം ത്തോടൊപ്പം ദുർഗന്ധം ഉണ്ടാക്കരുത്. പള്ളിയിൽ വന്ന് സ്വപ്പ് ഇങ്ങനെ ചാടിക്കടന്ന് പോകരുത്. ഒരാളെയും തട്ടി മാറ്റരുത്. ഒരാൾ നിസ്കരിക്കുന്നതിന് മുമ്പൊക്കെ നടക്കരുത്. ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഏഴാമത്തത് പള്ളിയിൽ കയറി രണ്ടരക്കകത്ത് തഹയ്യത്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക. ഒഴിവുള്ള സ്ഥലത്ത് ഒരാൾക്കും ശല്യമില്ലാതെ പോയിരിക്കുക. നല്ല വസ്ത്രം ധരിക്കുക. അതേപോലെ തന്നെ ദുആ, ഒരു സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ആ സമയത്തെ പറ്റി പല അഭിപ്രായങ്ങൾ കാണാം. ഇതിലേറ്റവും ശരിയായതും സത്യത്തോട് യോജിക്കുന്നതും അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം, ഇമാം മുമ്പർമല് ഇരിക്കുന്ന സമയം, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, ഇതൊക്കെ നമുക്ക് കാണാം. അപ്പൊ വെള്ളിയാഴ്ച സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ സ്വീകരിക്കുന്ന സമയമുണ്ടെന്ന് മനസ്സിലാക്കി അവനവന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കണം. 11ാമത്തത് സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നതാണ്. സൂറത്തുൽ കഹ്ഫ് ഒന്നുകിൽ നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് രാത്രി, അത് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് ഓതാം. അതേപോലെ തന്നെ ജുമുഅന്റെ മുമ്പുള്ള സമയത്ത് ഓതാം. ഈ രണ്ട് സമയത്തും ഓതാൻ കഴിയാത്ത ഒരാൾക്ക് ജുമുഅ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂറത്തുൽ കഹ്ഫ് ഓതാം. 7 ദിവസം ഒരു പ്രകാശം നമുക്ക് അള്ളാഹു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. 12ാമത്തത് സലാത്ത് വർദ്ധിപ്പിക്കണം. ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവും മലക്കളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, സത്യവിശ്വാസികളെ നിങ്ങളും സലാത്തും സലാമും ചൊല്ലണമെന്ന് ഖുർആൻ. അള്ളാഹുവും മലക്കളും നമസ്കരിക്കുന്നു, അള്ളാഹു മലക്കളും നോമ്പനുഷ്ഠിക്കുന്നു, അള്ളാഹു മലക്കളും ഹജ്ജ് ചെയ്യുന്നു. അങ്ങനെ ഒരു പരാമർശ ഖുർആനിൽ എവിടെയില്ല. എന്നാൽ ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അലൻ നബി, അള്ളാഹു സ്വലാത്തില്ല എന്നാണ് എന്താ അർത്ഥം? അള്ളാഹു അനുഗ്രഹം ചൊരിയ എന്നാണ്. മലക്കള് സ്വലാത്തില്ല എന്നാണ് അർത്ഥം? അള്ളാഹിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളും ചൊല്ലണം എന്ന്. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ ഞങ്ങൾ എങ്ങനെയാ സ്വലാത്ത് ചെല്ലേണ്ടത്? അപ്പൊ റസൂല പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പൂർണ്ണമായ സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമി സ്വലാത്താണ്. ഇത് വെള്ളിയാഴ്ച ചൊല്ലിയാൽ എവിടെ വെച്ചാണോ അയാൾ ആ സ്വലാത്ത് ചൊല്ലുന്നത് ആ സ്ഥലത്ത് നിന്ന് ആ സ്വലാത്ത് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുകൊടുക്കാൻ പ്രത്യേകം മലക്കൾ ഏർപ്പാടാക്കുന്ന ദിവസത്തിന്റെ പേരാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുളിക്കണം. ഗുസ്ലു യൗമുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തരിമിൻ. പ്രായപൂർത്തിയായ മുഴുവൻ ആളുകൾക്കും വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധാണെന്നാണ്. അപ്പൊ വാജിബ് എന്ന പദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ജാ അഹദുക്കും ഇലൽ ജുമുഅ ഫൽയഗ്തസിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മോനാണ്. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുത്തബിഉ സുന്ന. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ
സൂക്ഷ്മമായി പഠിച്ച് പകർത്തുന്ന എല്ലാ സഹാബികളും അങ്ങനെ തന്നെയാ. പക്ഷേ സ്വഹാബിയുടെ കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ അള്ളാഹുവിന്റെ മൂത്ത മോൻ. പ്രവാചകൻ ചെയ്തത് അങ്ങനെ തന്നെ, അതൊരു മാറ്റമില്ലാതെ പിന്തുടരണം എന്നതിൽ കണിശത പാലിച്ചത് കൊണ്ട് സ്വഹാബികൾ അദ്ദേഹത്തിനിട്ട ഓമന പേരാണ് മുത്തബി സുന്ന. നമ്മൾ നല്ല മനസ്സിലാക്കണം എന്തിനാ അങ്ങനെ ആയെന്നറിയോ? ഖുൽ നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴി ഫത്തബിഊനി, എന്റെ ഓരോ ചര്യയും പിൻപറ്റലാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാനുള്ള മാർഗം അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ പഠിച്ചിട്ട് അത് പിൻപറ്റലാണ്. എന്തിനാ? അള്ളാന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഹുബ്ബക, നിന്റെ സ്നേഹം. അള്ളാന്റെ സ്നേഹം കിട്ടിയില്ലേ പിന്നെ ആരാ സ്നേഹിക്കാണ്ടാവുക? നമ്മൾ ക്ഷീണിക്കുമ്പോഴും തളരുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും സക്രാത്തിൽ കിടക്കുമ്പോഴും ഖബറിലും സഹോദരന്മാരെ ആരെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അള്ളാനെയാണ്. അള്ളാന്റെ സ്നേഹം നമുക്ക് കിട്ടിയാലോ, അള്ളാഹ് സ്നേഹിക്കുന്ന ഒരാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടാവാൻ അള്ളാഹ് സഹായിക്കും, അന്ന് തയ്യാറാവൂല. അവർക്ക് ആ സമയത്തൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണം. റസൂല പ്രവർത്തിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, നിന്റെ സ്നേഹം ഞാൻ ചോദിക്കുന്നു റബ്ബേ. ഹുബ്ബ മൻ യുഹിബ്ബുക, നീ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെയൊക്കെ സ്നേഹം എനിക്ക് കിട്ടണം. അതെന്തിനാ? അവരുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവണം. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്, നിന്റെ സ്നേഹത്തിന് എന്നെ അർഹനാക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളോട് എനിക്ക് സ്നേഹം തരണം. സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനത്തിന് എല്ലാവർക്കും മടിയാണ്. അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതിലേക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പരിശോധിച്ച് നോക്കേണ്ടി. ഒരു മതപരമായി പരലോകത്ത് കൂലി കിട്ടുന്ന ഒരു സംഗതി പറഞ്ഞു നോക്കിയാട്ടെ, എന്താ പ്രതികരണം ഉണ്ടാവുക? ആ നോക്കട്ടെ, ഒഴിവുണ്ടാവുമെന്ന് അറിയില്ല, നോക്കട്ടെ, ആഗ്രഹമുണ്ട് പക്ഷെ നടക്കണില്ല. ഇന്ന് ദുനിയാവിന്റെ കാര്യമാണെങ്കിലോ 12:30 മണി മുതൽ രാവിലെ 6:30 7:30 മണി വരെ നമ്മുടെ യുവാക്കൾ എവിടെ ഉള്ളത്? ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ തണുപ്പത്തും കൂരാകൂരി ഇരുട്ടത്തും ശക്തമായ ഉറക്കിന്റെ സമയത്തും യുവാക്കളും യുവതികളും പ്രായമായവരും സഹോദരന്മാരെ ഉണർന്നിരിക്കല്ലേ? എന്താ കാരണം? താല്പര്യമാണത്. ഈ ഒരു മാസാണ്ട് കഴിയട്ടെ, ഇവരാരെങ്കിലും നമ്മൾ കാണും ഇവിടെ? ഇല്ല. എന്താ കാര്യം? താല്പര്യമില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരലാറും അലാറം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അറേബ്യയിൽ 1400 കൊല്ലം മുമ്പ്? ഇല്ല. എന്നിട്ട് പകലന്തിയോളം ജോലി ചെയ്ത് തളർന്ന സ്വഹാബികൾ അള്ളാഹു ഒന്നാം ആകാശത്ത് വരുന്ന സമയത്ത് അവരറിയാതെ പൊങ്ങിപ്പോ താല്പര്യത്തിന്റെ ആഴം നോക്കിങ്ങൾ. അതാണ് വഹുബ്ബ അമലിൻ യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക്, നിന്റെ ഹുബ്ബിലേക്ക് എന്നെ ചേർക്കുന്ന, നിന്റെ ഇഷ്ടത്തിന് എന്നെ അർഹമാക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനത്തോട് റബ്ബേ എനിക്ക് സ്നേഹം തരണം, ഇഷ്ടം തരണം. വെറുപ്പല്ല, മടിയല്ല, അലസതയല്ല, സുന്നത്തല്ലേ, നിർബന്ധമല്ലല്ലോ എന്നുള്ള അലസഭാവല്ല, അത് ചെയ്യണം. ആ സ്നേഹം തരണം. ആ സ്നേഹം കൊടുത്ത മനുഷ്യന്മാര് തഹജ്ജുദ് നീറ്റ ആ രംഗാണ് സൂറത്തു സജദയിലെ ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തു നൂറ് മറിച്ചു നോക്കേണ്ടി. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ബാങ്ക് എപ്പ കൊടുത്തു വെച്ചാൽ മതി, മദീനത്തെ പള്ളിയിൽ മദീനത്തെ അങ്ങാടി കണ്ട് കാലിയാവും. അവർക്ക് കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, മറ്റിടപാടുകൾ ഒന്നും തടസ്സമല്ല. അവർക്ക് ഇഷ്ടമാണ്. ഇഷ്ടം നോക്കികൾ. ആ ഇഷ്ടം, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഇഷ്ടത്തിലേക്കും തൃപ്തിയിലേക്കും ഹുബിലേക്കും എന്നെ അടുപ്പിക്കുന്ന എന്തൊക്കെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളുണ്ടോ അതിനോട് റബ്ബേ നീ എനിക്ക് ഇഷ്ടം തരണമെന്ന റസൂൽ പ്രാർത്ഥിക്കും. അപ്പൊ അള്ളാന്റെ ഇഷ്ടം, അള്ളാന്റെ പൊരുത്തം,
അത് കിട്ടുന്ന പ്രവർത്തനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച കുളി നേരത്തെ പോവുക, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയായ മുഴുവൻ ആളുകൾക്കും അത് ഇബ്നു ഉമർ അള്ളാഹുവിന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തി. ഇബ്നു ഉമർ അള്ളാഹു പറയാണ്, ഇദാ ജാ അഹദുകും മിനൽ ജുമുഅ ഫൽയഗ്തസിൽ, ആരെങ്കിലും ജുമുഅക്ക് വരികയാണെങ്കിൽ അവൻ കുളിക്കട്ടെ. അതുപോലെ തന്നെ പല്ല് തേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 സമയത്ത് പല്ല് തേച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല്ല് തേച്ചിട്ടാ പോവുക. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കണം പുരുഷന്മാരാണെങ്കിൽ. 7 ദിവസം വരെ, 7 ദിവസത്തിലൊരിക്കൽ കുളിക്കൽ നിർബന്ധ, നന്നായി കുളിക്കണം എന്നാ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഗ്തസല, ഒരാൾ കുളിച്ചു, തുമ്മ അത്തൽ ജുമുഅ, പിന്നീട് ജുമുഅക്ക് വന്നു, ഫസല്ല, അദ്ദേഹം ജുമുഅ നമസ്കരിച്ചാൽ, അദ്ദേഹം വളരെ നിസ്കരിച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് വളരെ ശ്രദ്ധാപൂർവം ഖുതുബ കേട്ട് പിന്നീട് ജുമുഅ നമസ്കരിച്ചാണ് പോയാൽ, അയാൾക്ക് ഒരു രണ്ട് ജുമുഅക്കിടയിലുള്ള എല്ലാ ചെറുപാപങ്ങളും ഒന്ന് പൊറുക്കും. 3 ദിവസം അധികം, 10 ദിവസമായി. 10 ദിവസം നമ്മൾ ചെയ്ത എല്ലാ ചെറുപാപങ്ങളും ജുമുഅ ദിവസം നേരത്തെ കുളിച്ച് പള്ളിയിൽ ചെന്ന് തഹയ്യത്ത് നിസ്കരിച്ച് സ്വഫിലിരുന്ന് ശ്രദ്ധിച്ച് ഖുതുബ കേട്ട് ജുമുഅ നമസ്കരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി പോന്നാൽ അയാൾക്ക് 10 ദിവസത്തെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹു പൊറുക്കും. ഒന്ന്. അതേപോലെ തന്നെ ഒരാൾ കുളിച്ചു, വളരെ നേരത്തെ പള്ളിയിൽ പോയി, അദ്ദേഹം വാഹനത്തിൽ കയറി നടന്നാ പോയത്, അങ്ങനെ ഇമാമിന്റെ തൊട്ടടുത്ത് അവിടെ ഇരുന്നു, തൊട്ട് വേക്കല്, ശ്രദ്ധിച്ചു കേട്ടു, വലം യൽഹു, ഒരു അനാവശ്യ കാര്യത്തിനും ഇടപെട്ടില്ല. വീട്ടിൽ നിന്ന് പള്ളിക്കാണ് നേരെ പള്ളിക്ക്, പിന്നെ അങ്ങാടിയിൽ നിന്ന് കയറി അവിടെ വായനശാലയൊക്കെ തീർന്ന് കുറച്ച് വർത്താനം പറഞ്ഞ് പിന്നെ അവിടെ ഒരു ചായ കുടിച്ച് ഇല്ല, വേഗം പള്ളിക്കാട്ട്. ഓരോ ചവിട്ടടിക്കും കൂല. അമല സനത്തിൻ, ഒരു കൊല്ലം നോമ്പും 1 കൊല്ലം രാത്രി നമസ്കരിച്ച കൂലി ഒരു മനുഷ്യന് കിട്ടുകയാണ്. ജുമുഅക്ക് ആദ്യം അവിടെ എത്തി, അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു, ശ്രദ്ധിച്ച് കേട്ട് ഒരു അനാവശ്യ കാര്യത്തിലേക്കും ഇടപെട്ടില്ല എങ്കിൽ അവൻ 1 വർഷം നമസ്കാരവും നോമ്പും, അഥവാ രാത്രി നമസ്കാരവും നോമ്പും നിർവഹിച്ച കൂലി കിട്ടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ഈ വാക്ക് നമ്മളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ജുമുഅ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ കല്ലുമ്മൽ ഇങ്ങനെ തടവി, അവൻ ജുമുഅ അല്ല. എന്താ അർത്ഥം എന്നറിയും? മദീനത്തെ പള്ളി എന്ന് പറയുന്നത് മണല. ഒരാൾ ഖുതുബ കേൾക്കുന്നുണ്ട്, സംസാരിക്കണില്ല, പക്ഷെ ആ മണലിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഇങ്ങനെ വരുതി കളിച്ചാൽ ഫഖദ് ലഗ, അവന് അബദ്ധം സംഭവിച്ചു. നല്ലോണം മനസ്സിലാക്കണം. ഒരു പണിയെടുക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കാൻ പാടില്ല, ചിരിച്ചിരിക്കാൻ പാടില്ല, ഞാൻ ആംഗ്യം കാണിക്കാൻ പാടില്ല, പുറത്ത് നിൽക്കണ്ടോ പിന്നെ കാണാൻ പോയി, രണ്ടാളതും പോയി. മനസ്സിലായോ? ജുമുഅ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കല്ലടാ എന്ന് പറഞ്ഞാൽ ഇവന്റെ പോയി, ഒന്നും പാടില്ല. ഒരു നൂല്, പിന്നെ ചില പള്ളിയിൽ പുൽപ്പായി ഉണ്ടാവും, ആ പുൽപ്പായ്മന്ന് ഒരു നൂല് ഇങ്ങനെ അതിങ്ങനെ വലിച്ചു കളിക്കുക, കുത്തുബ കേൾക്കുന്നുണ്ട്, പോയി. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ. ഞാൻ പരിചയപ്പെട്ട മിക്കവാറും പള്ളിയിൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇമാമിനും ജുമുഅ കിട്ടില്ല. എന്താ അറിയോ? കുത്തുബ തുടങ്ങിയിട്ടാണ് മോട്ടോർ വെള്ളം തീയിട്ട് മറ്റോ താളം കാണിച്ചു, ഏത് ഇമാമിനോട്, ആ താളം കാണിച്ചോടെ ജുമുഅ പോയി. ഇപ്പം പോയി മോട്ടർ ഇട്ടാ നീച്ചു, അതിന്റെ താളം അങ്ങോട്ട് കാട്ടി, ഓന്റെ ജുമുഅ പോയി. ചിലവര് പിരിവിന്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വെച്ചിനോ സെക്രട്ടറി ആരോട്, ഇമാമിനോട്, സെക്രട്ടറിന്റെ പോയി. അത് കേട്ട് ഇമാം ബക്കറ്റുമായിട്ട് പോലെ ഓൻ്റെവും പോയി. വളരെ ശ്രദ്ധിക്കണം. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ. ജുമുഅ ഖുതുബ തുടങ്ങി ഒരക്ഷരം ഉണ്ടാകാൻ പാടില്ല, ഒരാളോട് ചിരിക്കണ്ട, വർത്താനം പറയണ്ട, സലാം മടക്കണ്ട, നീ ഇങ്ങോട്ട് ഇരിക്കുന്ന പറയണ്ട, ഒന്ന് നമ്മൾ ഇമാം എന്താ പറയണ്ടത് അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മൊബൈൽ കളിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മൊബൈല് ഇടക്കിടക്ക് മറച്ചു വെക്കുക, മെസ്സേജ് തൊടാൻ, ആ സാധനം പള്ളിക്കന്നെ കൊണ്ടുപോകാൻ തന്നെ അഭിപ്രായം. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന സാധനം എടുക്കുക തന്നെ വേണം. എന്നിട്ട് എന്ത് ചെയ്യുക? പൂർണ്ണമായി നമ്മൾ ഖുതുബ കേൾക്കൊണ്ട് കേൾക്കുക എന്നുള്ളതാണ്. അതേപോലെ കുളി നിർബന്ധമാണ് എന്നത് ആദ്യകാല നിയമമാണ്, പിന്നീട് അത് മുഅക്കദായ സുന്നത്താക്കി.
വാജിബ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും ശക്തമായ സുന്നത്ത് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം മറ്റു ചില ഹദീസിൽ ഉളു ചെയ്താൽ മതി എന്നുണ്ട്. അതുകൊണ്ട് ജുമുഅന്റെ കുളി നിർബന്ധമല്ല, പക്ഷെ വളരെ ശക്തമായ സുന്നത്താണെന്ന് മനസ്സിലാക്കി. അതാണ് കുളി സുന്നത്തുള്ള ഒരു സന്ദർഭം. മറ്റൊന്ന് ഇഹ്റാമിന് വേണ്ടി നമ്മൾ ഇഹ്റാം കെട്ടുമ്പോൾ ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടുമ്പോൾ എന്ത് ചെയ്യണം? കുളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാം കെട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ഊരുകയും കുളിക്കുകയും അതിനുശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചതായി കാണാൻ സാധിക്കും. മക്കയിൽ പ്രവേശിക്കുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുമായി സംയോഗം ചെയ്യാൻ, ശാരീരിക ബന്ധം ആവർത്തിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുളിക്കൽ സുന്നത്ത്, നിർബന്ധമല്ല. വുളു ഉണ്ടാക്കലാണ് ഏറ്റവും മുഅക്കദായ സംഗതി. ഇനി ഒരാൾ കുളിച്ചാലും വിരോധമുണ്ട്. വിശ്വാസലമ ഓരോ ഭാര്യമാരെടുത്തും പോയി കുളിച്ചപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, എല്ലാത്തിനും ഒരു കുളി പോരെ എന്ന് ചോദിച്ചാൽ മതി, പക്ഷെ ഇതാണ് ഒന്നുകൂടെ നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ നിർബന്ധമല്ല, പക്ഷേ സുന്നത്താണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം മയ്യത്ത് നജസാണെന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. മയ്യത്ത് ഒരിക്കലും, മുസ്ലിം ഒരിക്കലും നജസാവൂല. നജസിനല്ല കുളിപ്പിച്ചത്. കുളിക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. അബ്ദുല്ലാഹി റസൂലുള്ളാഹിനോട് ഒരാൾ ചോദിച്ചു, മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ നജസാന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല, എന്നാ അവനെ കുളിക്കണ്ട. അത് നജസൊന്നുമല്ല. മയ്യത്ത് ഒരിക്കലും, മുസ്ലിം ഒരിക്കലും ഉണ്ടാവില്ല, മുഅ്മിൻ ഒരിക്കലും നജസാവൂല. അതുകൊണ്ട് കുളിക്കൽ നിർബന്ധമല്ല, കൈയും കാലും കഴുകി ഒതുണ്ടാക്കിയാൽ മതി എന്നാണ്. പക്ഷെ കുളിക്കൽ സുന്നത്താണ്, ഐച്ഛികമായ ഒരു സംഗതിയാണ്. ഒരു മുശ്രിക്കിനെ മറവ് ചെയ്താൽ, അബൂ താലിബിനെ മറവ് ചെയ്ത വ്യക്തിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ആർത്തവ രോഗമുള്ള സ്ത്രീകൾ ഓരോ നമസ്കാരത്തിനും കുളിക്കൽ സുന്നത്താണ്, പക്ഷെ നിർബന്ധം ഉളു മാത്രം. അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. ആർത്തവം ശുദ്ധിയായതിനു ശേഷമുള്ള കുളി നിർബന്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആർത്തവ ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ ഓരോ നമസ്കാരത്തിനും ഉളു ചെയ്യാണ് വേണ്ടത്, കുളിക്കൽ നിർബന്ധമല്ല. അബോധാവസ്ഥയുണ്ടായ ഒരാൾക്ക് ബോധക്ഷയുണ്ടായി, അത് മാറിയാൽ കുളിക്കൽ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് രോഗിയായി കിടക്കുമ്പോൾ പലപ്പോഴും ബോധക്ഷയം ഉണ്ടാവുകയും അത് മാറിയതിനു ശേഷം കുളിക്കുകയും ചെയ്തതായിട്ട് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ കൊമ്പ് വെക്കുക എന്നൊരു ചികിത്സാ രീതി ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു. അത് ചെയ്താൽ കുളിക്കൽ നിർബന്ധമുണ്ട്. ഒരു കാഫിർ മുസ്ലിം ആണ്, നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 2 പെരുന്നാളുകൾ കുളിക്കൽ സുന്നത്തുള്ള സമയമാണ്. അതേപോലെ തന്നെ തയമ്മും, അതുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. തയമ്മും എന്ന് പറയുന്നത് തയമ്മമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, ലക്ഷ്യം വെച്ചു എന്നൊക്കെയാണ്. ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ. വെള്ളം കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ ശുദ്ധമായ ഭൂമിയുടെ പ്രതലം അന്വേഷിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉളുവിനും കുളിക്കും പകരം തയമ്മും അള്ളാഹു നമ്മൾക്ക് തന്ന ഒരളവാണ്. ഖുർആൻ പറഞ്ഞു, ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും. നിങ്ങൾ വെള്ളം കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ ശുദ്ധമായ പ്രതലം അന്വേഷിച്ചോളൂ, അവിടെ അടിച്ചിട്ട് മുഖവും കയ്യും തടവിയാ മതി എന്ന് പറഞ്ഞു ഉളുവിന് പകരം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുണ്ടാക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഒതുണ്ടാക്കി ജനങ്ങളൊക്കെ നമസ്കരിച്ചു. അപ്പൊ ഒരാൾ നിസ്കരിക്കാണ്ട് മാറി. അപ്പൊ എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ഞാനേ ജനാപത്തുള്ളവനായി, എനിക്ക് കുളിക്കാൻ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ പോലെയെന്നോ എന്ന് പറഞ്ഞിട്ട് തയമ്മും ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടൊക്കെ തയമ്മും ചെയ്യാം. തയമ്മും ചെയ്യാൻ ശുദ്ധമായ ഒരു പ്രതലം, അത് മണ്ണ് തന്നെ വേണമെന്നില്ല. ശുദ്ധമായ പ്രതലം, അത് ഭൂമിയാവാം, അത് ഇരിക്കുന്ന സീറ്റാവാം, ബസ്സിന്റെ സൈഡാവാം, നമ്മളെ കയ്യിലുള്ള ബാഗാവാം, കൊടയാവാം. എന്താണോ ശുദ്ധമേയുള്ള ഒരു വസ്തു, അതിന്മേൽ 1-2 കൈ അടിച്ചിട്ട് മുഖവും കൈയും തടവിയാൽ തയമ്മും. അവന് പ്രത്യേകിച്ച് ഇന്ന സ്ഥലം തന്നെ വേണമെന്നില്ല. വിശ്വാസം പറഞ്ഞല്ലോ, മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മൾക്ക് ഭൂമി വൃത്തിയാക്കാനുള്ള വസ്തുവാണ്. നമ്മൾക്ക് ഭൂമിയിൽ എവിടെ വെച്ചും നമസ്കരിക്കാം. ഇത് വേറൊരു സമുദായത്തിനുമില്ല. അവർക്കൊക്കെ അവരുടെ ആരാധനാലയത്തിൽ പോകേണ്ടിയിരുന്നു. നമുക്ക് ഒരാൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല നിൽക്കുക. എവിടെ വെച്ചാണോ നമസ്കാര സമയമാകുന്നത്, നമുക്ക് വെള്ളല്ലേ, വെള്ളവും അവൻ്റെ അടുത്തുണ്ട്, ശുദ്ധിയാക്കാനുള്ള വസ്തു അവൻ്റെ അടുത്തുണ്ട്,
നിസ്കരിക്കാനുള്ള പള്ളി ഓനെടുത്തിട്ട് ഏതാ അത് ഭൂമിയാണ്. ജുഅലതീനി അൽ അർളു മസ്ജിദൻ വ തഹൂറ, എനിക്ക് ഭൂമി അള്ളാഹു പള്ളിയായും ശുദ്ധീകരിക്കാനുള്ള വസ്തുവായും തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഉമ്മത്തികൾക്ക് കൊടുക്കാത്ത ചില അനുഗ്രഹങ്ങൾ കിട്ടിയത് എണ്ണി പറഞ്ഞത് അങ്ങനെയാണ്. ഈ തയമ്മുമിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടൊക്കെ തയമ്മും ചെയ്യാം. ഒന്ന്, രോഗം. രോഗിയായി നിൽക്കുക, അയാൾക്കിന് വെള്ളം കിട്ടട്ടെ കിട്ടാതെക്കട്ടെ എന്നുള്ള നിബന്ധന അവിടെ ഇല്ല. അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ വയ്യ, അയാൾക്ക് ആ രോഗം മാറുന്നത് വരെ പിന്നെ തയമ്മും ചെയ്യാം. രോഗത്തിന്റെ സ്വഭാവം കടുപ്പും ഒക്കെ നമ്മുടെ മനസാക്ഷിക്ക് അള്ള വിട്ടുതരികയാണ്. വെള്ളം ഏതെങ്കിലും നിലക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഓൻ ഉപയോഗിക്കണം. രോഗം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത മാരകമായ പ്രയാസമുള്ളതാണോ ഓനക്ക് തയമ്മും ചെയ്യാം. അതുപോലെ തന്നെ ഈ വെള്ളം ഉപയോഗിച്ചാൽ രോഗം ഉണ്ടാവും എന്ന് ഭയപ്പെട്ടാലോ അയാൾക്കും എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാം. സഹീൽ ബുഖാരിയില് ബാബു ഇദാ ഖാഫൽ ജുനുബു അലാ നഫ്സിഹി അൽ മറള അവിൽ മൗത ഔ ഖാഫൽ അത്ഷ തയമ്മമ എന്നൊരു അധ്യായം കാണാം. എന്തായാലും അർത്ഥം എന്നറിയോ? ഒരു ജനാപത്തുള്ള ഒരാള് വെള്ളം ഉപയോഗിച്ചാൽ രോഗം വരുമെന്നോ അല്ലെ മരിച്ചു പോകുമെന്നോ ഭയപ്പെട്ടാൽ, അല്ലെ ഉള്ള വെള്ളം ഉപയോഗിച്ചാൽ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്ന് ഭയപ്പെട്ടാൽ അയാൾക്ക് തയമ്മം ചെയ്യാം എന്നൊരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരി നമുക്ക് കാണാൻ കഴിയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന് തണുപ്പുള്ള രാത്രി ജനാപത്തുണ്ടായി. അദ്ദേഹം കുളിച്ചില്ല, തയമ്മം ചെയ്തു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാൻ കാരണം എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞു വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത് എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ റസൂലൊന്നും മിണ്ടിയില്ല. അപ്പൊ ശരീരത്തിന് ഉപദ്രവമാകുന്ന വെള്ളം ഉപയോഗിച്ചാൽ പ്രയാസം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അയാൾക്ക് തയമ്മും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മുറിവുകൾ, ഉളുവിന്റെ അവയവത്തിൽ മുറിവുണ്ട്, ഒരു നിലക്കും വെള്ളം ഉപയോഗിക്കാനോ തടവാനൊന്നും പറ്റൂലെങ്കിൽ അയാൾക്ക് തയമ്മും ചെയ്യാം. അതേപോലെ തന്നെ വെള്ളം കിട്ടാതെ വരിക, വലം തജിദു മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്നാൽന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാൻ പേടിയുണ്ട്, അല്ലെ മൃഗങ്ങളോ ശല്യോ, അല്ലെ രോഗിയാണ്, അയാൾക്ക് നടന്നു പോകാൻ വയ്യ, അയാൾക്കൊക്കെ എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാം. യാത്രക്കാരൻ ഒരു നിബന്ധനയില്ല, അയാൾക്ക് തയമ്മും ചെയ്യാം. ഖുർആൻ പറഞ്ഞതാ വഇൻ കുൻതും അലാ സഫരിൻ, നിങ്ങൾ യാത്രക്കാരനായി എങ്കിൽ അയാൾക്ക് തയമ്മും ചെയ്യാം. അതേപോലെ തന്നെ തയമ്മും നമസ്കാര സമയമാകുന്നതിന് മുമ്പേ ചെയ്തു വെക്കുന്നതിന് വിരോധമല്ല, നേരത്തെ ചെയ്തു വെക്കാം. ഉർദു കൊണ്ട് എന്തൊക്കെ എത്ര ഇബാദത്ത് ചെയ്യാമോ അത്ര ഇബാദത്ത് തയമ്മും കൊണ്ടും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമസ്കാര ശേഷം തയമ്മും ചെയ്ത് നമസ്കരിച്ച് കുറച്ച് ഉടനെ വെള്ളം കിട്ടി, അല്ലെ വെള്ളം ഉപയോഗിക്കാനുള്ള തടസ്സം നീങ്ങി നിൽക്കുക, അയാൾ ആ നമസ്കാരം വീട്ടേണ്ടതില്ല, ആ നമസ്കാരം മതി. അതേപോലെ തന്നെ വെള്ളവും തയമ്മും ചെയ്യാത്ത അവസ്ഥയിലാണെങ്കിലോ തയമ്മും ചെയ്യാനും വയ്യ, വെള്ളവും ഇല്ല, ഒരു ഓപ്പറേഷൻ മേശമ കിടക്കുകയാണ്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കൈയൊന്നും അനക്കാൻ പറ്റൂല, അയാൾക്ക് ബോധമുണ്ട്, നിസ്കാരത്തിന് സമയമായി. അപ്പോൾ എന്ത് ചെയ്യണം? അയാളാണ് നിസ്കരിക്കുന്നത്, ഉളുവും വേണ്ട തയമ്മും വേണ്ട. നമസ്കാരം ഒഴിവാക്കാൻ അപ്പോഴും അയാൾക്ക് അനുവാദമല്ല. തയമ്മുമിന്റെ രൂപം എന്താണ്? ഒന്ന്, നീയത്ത, ഞാൻ തയമ്മും ചെയ്യുന്നു മനസ്സ് കരുതണം. രണ്ട്, ബിസ്മില്ല എന്ന് പറയണം. എന്നിട്ട് രണ്ട് കൈപ്പത്തി ശുദ്ധമായ സ്ഥലത്ത് അടിച്ചിട്ട് ആദ്യം മുഖം, പിന്നീട് ഇടത് കൈ കൊണ്ട് വലത് കൈപ്പത്തിയും വലത് കൈ കൊണ്ട് ഇടത് കൈപ്പത്തിയും തടവുക. ഇത്രേ ഉള്ളൂ. ഇനി അത് ക്രമം തെറ്റുന്നതിന് വിരോധമൊന്നുമില്ല. ആദ്യം കൈപ്പത്തി തടവിപ്പോയി ശേഷം മുഖം തടവിയാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞ ക്രമം പാലിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഒരടി മതി, രണ്ടടി വേണ്ട. ഇനി അടിച്ച കയ്യിൽ നിന്ന് മണ്ണ് ഊതിയിട്ടോ തട്ടിയിട്ടോ പോക്കുന്നതിനും വിരോധമല്ല. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒന്ന്, ഉളു മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാവും. കീഴ്വായി ഇടുക, അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ ശാരീരിക ബന്ധം സ്ത്രീയുമായി സ്ഥാപിക്കുക, അങ്ങനെ ഉളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ടൊക്കെ മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക, ഇതുകൊണ്ടൊക്കെ തയമ്മും എന്തായി പോകും? ബാത്തിലായി. ഇനി രണ്ടാമത് വെള്ളം കിട്ടുക. വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ ഒരാൾ തയമ്മും ചെയ്തു, പിന്നെ വെള്ളം കിട്ടിയാലോ പിന്നെ തയമ്മും ചെയ്യാൻ പറ്റൂല ആ വെള്ളം കൊണ്ട്. അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം നീങ്ങുക എങ്കിൽ അവിടെ മുതൽ പിന്നെ തയമ്മും ചെയ്യാൻ പറ്റൂല. അതാണ്. ഇനി വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗികൾ, അവർക്ക് ഇനി വെള്ളം കിട്ടിയാലും ഇല്ലെങ്കിലും തയമ്മും ബാത്തിലാവില്ല. കാരണം അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കിട്ടാത്തതുകൊണ്ടല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ സൂചിപ്പിക്കുന്നത്. ആ രൂപത്തിൽ നമ്മൾ കർമ്മങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഏത് സാഹചര്യത്തിലും
നമുക്ക് നമസ്കാരവും മറ്റു ഇബാദത്തും ചെയ്യാനുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടാവണം. ഫരീദത്താണ്. ത്വലബത്തുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഒരു മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലിൽ അവന്റെ ഇബാദത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏത് സാഹചര്യത്തിൽ എങ്ങനെ അവൻ ഓരോ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിക്കൽ അവനക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ എല്ലാ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആക്കി തീർക്കാൻ നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ഒരു അമലായി അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളിൽ വന്നു പോകുന്ന അപാകതകൾ, ന്യൂനതകൾ പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മുഴുവൻ ഇബാദത്തും നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. പറഞ്ഞല്ലോ. ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോ സ്ത്രീകളെ സംയോഗത്തിനല്ലാതെ കൂടെ സമീപിക്കുന്ന അല്ലാതെ തന്നെ നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യല്ലോ. അത് പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏറ്റവും ഇഷ്ടം മാറിക്കിടക്കൽ തന്നെ നല്ല ഉദ്ദേശം ചോദിക്കാണ്. മൗലവിന്ന് അൺമ്യൂട്ട് ആക്കാമോ? അസ്സലാമലൈക്കും. മൗലവി, സ്ത്രീകൾക്കും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാല് നേരത്തെ എത്തിയാല് ഈ ആട് ഒട്ടകം എന്നുള്ള കൂലി കിട്ടുമോ? മൗലവി അൺമ്യൂട്ട് ചെയ്തിട്ട്, മൗലവിന്റെ കേൾക്കുന്നില്ല. മ്യൂട്ട്. ഹലോ, ആ ഇപ്പൊ കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ആ, പള്ളിയിൽ പോകുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ, അത് കൂലിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. ആണിന് കിട്ടുന്ന അതേ കൂലി സ്ത്രീക്കും കിട്ടും. പക്ഷേ സ്ത്രീകൾക്ക് ജുമഅ നിർബന്ധമല്ലാന്നേ. ജുമഅ സംഘടിപ്പിക്കൽ പുരുഷന്മാരെ ബാധ്യതയാണ്. ഒരു പ്രദേശത്ത് ജുമഅ സംഘടിപ്പിച്ചില്ലെങ്കിൽ അത് പുരുഷന്മാരോട് ചോദ്യമുള്ളൂ, സ്ത്രീകളോട് ചോദിക്കൂല. എന്നാൽ ജുമഅ നടക്കുന്ന ഒരു പള്ളിയിൽ ഒരു പെണ്ണ് പോയാൽ ആണിന് എന്തൊക്കെ കൂലി കിട്ടുമോ അതൊക്കെ സ്ത്രീക്കും കിട്ടും. ഒരു വ്യത്യാസം. നമ്മള് നേരത്തെ എത്തി നമുക്കും ഈ ഒട്ടകത്തിന്റെ കൂലിയൊക്കെ കിട്ടും. എല്ലാം കിട്ടും. നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഒരു വ്യത്യാസം. ജസാക്കല്ലാഹ്. മൗലവി അസ്സലാമലൈക്കും. ആണുങ്ങൾ വേറെ സെക്ഷനും പെണ്ണുങ്ങൾ വേറെ സെക്ഷനും അല്ലേ? അപ്പൊ ആണുങ്ങളിൽ ഒരാൾ ആദ്യം ചെല്ലുന്നു, പെണ്ണുങ്ങളിൽ ഒരാൾ ആദ്യം ചെല്ലുന്നു. പക്ഷെ ഒരൊട്ടകത്തിനെയാണോ അതോ രണ്ടൊട്ടകത്തിനെ കൊടുക്കുവോ? എത്ര ഒട്ടകം കിട്ടും? ആണുങ്ങൾ ചെല്ലുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ആദ്യ സമയം എന്നാണ്. ആദ്യം പള്ളിയിൽ കയറുന്നതെന്നല്ല, ഒരു സമയമുണ്ട്. ആദ്യ സമയം, രണ്ടാമത്തെ സമയം, മൂന്നാമത്തെ സമയം. അല്ല, ഒന്നാമത് ചെല്ലുന്ന ആള് രണ്ടാമത് ചെല്ലുന്ന ആള് എന്നല്ല. ആദ്യ സമയത്ത് 100 ആള് വന്ന് നിൽക്കുക, 100 ഒട്ടകം കിട്ടും. അപ്പൊ സമയം ഏതാന്നുണ്ടോ മൗലവി? സമയം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആരും വന്നില്ല, അത് ആരാണോ എത്തിച്ച അതാണ് ആദ്യ സമയം. ഒരാള് 9 മണിക്ക് വന്ന് നിൽക്കുക, 9 മണിക്ക് വന്നാൽ ആദ്യ സമയം കഴിഞ്ഞല്ലോ. അതെ അതെ അതെ. അപ്പൊ നമ്മള് ചിലപ്പോ 2 ആണുങ്ങളെ വന്നാൽ കാണാം. അപ്പൊ നമ്മള് മൂന്നാമത്തെ ആളെ നമുക്ക് ആടിനെ കിട്ടും. നിങ്ങൾക്ക് കിട്ടും. അത് പ്രതീക്ഷിച്ചിട്ട് നമ്മള് പോവില്ല. അതാണ് നേരത്തെ ആ പ്രതീക്ഷ എന്തായാലും അള്ള തരും. അതിലിപ്പോ ഒരു 1-2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതല്ല, ആ മനസ്സിന്റെ നെയ്യത്തിനാ കൂലി. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നമ്മൾ പള്ളിയിലായി. ഈ നടന്നു പോണവർക്ക് അറിയുന്നുണ്ടല്ലോ, ആ കൂലി കിട്ടും. നടന്നു പോകുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം. വാഹനം ഒഴിവാക്കണം, പിന്നെ വലം ഇറക്കം, വാഹനം കയറിയില്ല എന്ന് തന്നെ റസൂൽ പറഞ്ഞു. മൗലവി അസ്സലാമലൈക്കും. വലൈഹിസ്സലാം. മൗലവി, ഈ ജുമാക്ക് വന്നിട്ട് ആദ്യ സഫിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകത കിട്ടോ? ആദ്യ സഫിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ആദ്യ സഫിൽ തന്നെ ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി വേറെ പ്രാർത്ഥിക്കും. അപ്പൊ ഇടതിനെക്കാട്ടി വലുതാണ് മുൻതൂക്കം. വലുതാണ്. ഏത് സംഗീതം അങ്ങനെ തന്നെ അല്ലേ? അത് ശരി. അല്ല, നമ്മള് പള്ളി കയറുമ്പോള് നമ്മള് പള്ളി കയറുമ്പോ നമ്മളെ വലത് ഭാഗം ഫുള്ളായത് കൊണ്ടാണ് നമ്മള് വേഗം ഇടത് ഭാഗം പോയി നിൽക്കുന്നത്. ഏത് സ്റ്റെപ്പ് നേരായി കാണാന്.
നിങ്ങൾക്ക് കൂലി കിട്ടും. കിട്ടൂല. ആ ശരി. വലതു ഭാഗത്ത് നിൽക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ശരി ശരിയാ. നമ്മൾ മനസ്സിൽ നെയ്യത്ത് ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ളായി പോയി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ കൂലി അള്ളാഹ്ക്ക് നിർബന്ധമായില്ലേ? ശരി 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 ശരി. അത് കിട്ടും. നമ്മളെ നെയ്യത്തിനാ കൂലി. നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഫുള്ളായി പോയി നിൽക്കുക. അതിന് നമ്മൾ കുറ്റക്കാരല്ലല്ലോ. കാരണം ആ വലതു ഭാഗത്ത് നിൽക്കുന്നതിന് പരിധി ഉണ്ടാവുമല്ലോ. ശരി ശരി ശരി. മൗലവി ഒരു ഒരാള് വലത് നിന്നാല് മറ്റാൾ ഇടതല്ലേ നിൽക്കേണ്ടിയല്ല? വലത് 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 എന്താ അത് നിൽക്കണ്ടേ? അപ്പൊ അത് ഈ വലത് നിൽക്കുന്നവനെ സഹായിക്കുന്നതോട് കൂടി ഈ വലതിന്റെ കൂലി ഇയാൾക്കും കിട്ടും. വലത് ഒരാള് അപ്പുറം നിന്നാ ഒരാള് ഇട നിൽക്കും, പിന്നെ വലത്, അങ്ങനെയാണല്ലോ ചെയ്യാ. അയാൾക്ക് അപ്പുറം നിൽക്കാൻ പറ്റിയത് ഇയാൾ ഇപ്പുറം നിന്നോണ്ടല്ലേ. കൂലി തുല്യ കിട്ടും. ശരി 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 ശരി. മൗലവി, നമ്മളെ സംയോഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ ജനാപത്ത് കുളി കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂലൊക്കെ പോകുന്നവരോ വീണ്ടും ഇന്ദ്രിയത്തുള്ളി വന്നു കഴിഞ്ഞാൽ വീണ്ടും കുളിക്കേണ്ടതുണ്ടോ? അത് വേണ്ടതില്ല. അതാദ്യം നമ്മള് വേണ്ട. പിന്നെ ഈ വലിയ ശുദ്ധി കുളിക്കുമ്പോഴുള്ള ഒരു നിബന്ധന ലൈംഗിക അവയവം ശരിക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വൃത്തിയാക്കാത്ത ആ ബാക്കിയുള്ളതായിരിക്കും വന്നിട്ടുണ്ടാവുക. അതെ. ചില അതിന് സമയത്ത് കുളി, നമ്മള് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കുളിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ രണ്ടാമത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പിന്നെ കുളി വേണ്ട. അതല്ല, നമ്മള് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചില സമയത്ത് തിരക്കില് അതിന് വിരോധമല്ല, അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. മൗലവി അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടെ ഉണ്ടേ. നമ്മളെ ഈ മലക്കുകൾ ഇങ്ങനെ എഴുതുന്ന അതിന് നമ്മളെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? ഹദീസിന്റെ അടിസ്ഥാനം ഉണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? ജുമാന്റെ മലക്കുകൾ പിന്നെ രാവിലെ തന്നെ വെള്ളിയാഴ്ച വാതിൽക്കൽ അത് നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞിട്ടുണ്ട്, മലക്കൾ നിൽക്കുന്നു. സുബി നമസ്കരിക്കാനും മദീനത്തെ സുബി നമസ്കരിച്ച ഉടനെ മലക്കൾ നിൽക്കൽ തുടങ്ങും. ശരി. അത് ഹദീസിന്റെ പിൻബലമുണ്ട്. അത് ഈ ഇമാമ് മിമ്പർമ കയറി സലാം പറഞ്ഞ് ഇരിക്കുന്നത് വരെ അവിടെ ഉണ്ടാവും ബാധികൾ. ഇമാമ് മിമ്പർമ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഓല അത് മടക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ഖുത്ബ കേൾക്കും. അതങ്ങനെ തന്നെ ഹദീസുണ്ട്. മൗലവി അസ്സലാമു അലൈക്കും. മൗലവി, ഇപ്പൊ മൗലവി പിന്നെ ഈ ഫർളായ കുളികൾ പറഞ്ഞല്ലോ. ഈ കുളിന്റെ പണ്ടേ ഞങ്ങൾ കേൾക്കുന്നത് ഈ മൂന്ന് പ്രാവശ്യം കുളിക്കണം എന്നുള്ളത്, അങ്ങനെ സുന്നത്തുണ്ടോ? അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം വലത്ത് എടുത്ത് തലയിലേക്ക് 3 അതെ, പ്രാവശ്യം 3 പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളമൊഴിക്കണം, സുന്നത്താണ്. മൊത്തത്തിൽ പാരുമ്പളേ ഒഴിക്കണം അല്ലേ? 3 പ്രാവശ്യമായിട്ട് വെള്ളമൊഴിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെയല്ലേ? അത് എടുത്ത് വലത്ത് തലയിൽ അങ്ങനെ ഒഴിക്കേണ്ടത്. ആദ്യം വലത് ഭാഗത്ത് അങ്ങനെ ഒഴിക്കാം. ആദ്യം വലത് ഭാഗത്ത് വയ്ക്കുക, പിന്നെ ഇടത് ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് വലത് ഭാഗത്ത് സോപ്പ് വയ്ക്കുക, പിന്നെ ഇടത് ഭാഗത്ത് സോപ്പ് വയ്ക്കുക. പിന്നെ ഒന്നായിട്ട് 3 പ്രാവശ്യം വെള്ളം വരും. അങ്ങനെയാണ്, അല്ലാണ്ട് 3 പ്രാവശ്യം എടുത്ത് വലത്ത് തലയിൽ അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം വലത് ഭാഗത്ത്, പിന്നെ ഇടത് ഭാഗത്ത്, പിന്നെ മൊത്തത്തിൽ. അതേപോലെ പിന്നെ കൊമ്പ് വെച്ചാല് കുളി നിർബന്ധാണെന്ന് പറഞ്ഞല്ലോ. സുന്നത്താണ്. അപ്പൊ നമ്മള് ഹിജാമ ചെയ്താല് കുളി വലിയ അശുദ്ധിന്റെ കുളിക്കുമ്പോഴേ ഉളു നിർബന്ധമാണോ? ഏത് കുളിക്കും സുന്നത്താണ്. ഇനി നമ്മൾ വെറുതെ കുളിക്കാൻ നിൽക്കുക, ദിവസം കുളിക്കില്ല. നിർബന്ധമല്ല, സുന്നത്താണ്. കുളിയുമായി ബന്ധപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടാക്കിയുള്ള ഗുണം ഞാൻ പറഞ്ഞത്, കാല് കഴുകൽ അവസാനം കഴിയാൽ പിന്നെ അവൻ ഒതുണ്ടാക്കാൻ നിസ്കരിക്കാൻ വേണ്ടി വേറെ ഒതു കൊടുക്കേണ്ടത്. മൗലവി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സ്ത്രീകൾക്ക് അവരുടേതായ സംശയങ്ങൾ ചോദിച്ചിട്ടാൽ ആൻസർ ചെയ്യാൻ പറ്റൂലേ? നമുക്കിവിടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതില് ഇവർക്ക് സംശയം ചോദിച്ചൂടെ? എന്ത് ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പ്രശ്നമൊന്നും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ നമ്മളെ നിർത്തല്ലേ ചർച്ച?
അത് ബാറക്കല്ലാഹു ഫീ. അള്ളാഹു മൗലവി അനുഗ്രഹിക്കട്ടെ. മൗലവി ജസാക്കല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ജുമാക്ക് പോണെങ്കില് ഇപ്പൊ സ്ത്രീക്ക് ജുമാക്ക് പോകുന്നെങ്കില് പിന്നെ ഭർത്താവിന്റെ സമ്മതം എന്തായാലും വേണം. ഭർത്താവിനോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ കൊടുക്കണം എന്നാണ്. പിന്നെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കണ്ട, അതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, ഒരു റസൂൽ ഒരു പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് ഒരു സ്വഹാബി വനിത റസൂൽ പറയാൻ കാരണം അവരുടെ ഭർത്താവിന് ഒരു പള്ളിയിൽ പോകണ ഇഷ്ടമല്ല. അപ്പൊ കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുണ്ടാ പറഞ്ഞത്. അപ്പൊ അത് ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഓലെ പറഞ്ഞ് നന്നാക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹിനോട് ദുആ ചെയ്യുക, ഓലെ മനസ്സ് മാറും. ഇൻഷാ അല്ലാഹ് അപ്പൊ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യും. ഇൻഷാ അല്ലാഹ്. അതല്ല, അവർക്ക് പോണേന് വിരോധമൊന്നുമില്ല, പക്ഷെ വിരോധമില്ലെങ്കിൽ പോലോ, എന്താ പ്രശ്നം? പോവാതിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അത് നോക്കണ്ട, നിങ്ങളെ തടയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ അവർക്ക് ഇപ്പോ ഭക്ഷണമോ കാര്യങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടോ ഭക്ഷണം നമ്മൾ ജുമാ കഴിയാതെ ആരും ഭക്ഷണം ഇയാൾ ദൂരം കേൾക്കൂലേ? ഇദ്ദേഹം പള്ളിയിൽ പോകൂലേ? അയാൾ ചോറ് തലപ്പളാ. മൗലവി അസ്സലാമു അലൈക്കും. എന്റെ ഭാര്യ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പള്ളിയിലേക്ക് ജുമാക്ക് വിളിച്ചാലും മറ്റേ അതിയാൾ കൊണ്ട്, പിന്നെ ക്ലാസ്സിൽ വിളിച്ചാലും ഭാര്യ പറയും, എനിക്ക് വീട്ടിൽ നിന്ന് നിങ്ങള് ഇതുണ്ടല്ലോ ഓടി അത് കൊണ്ടുവന്ന് കേൾപ്പിച്ചാൽ മതി, എനിക്ക് എന്നാ കേൾക്കുക. ജുമാക്ക് വിളിച്ചപ്പോ എനിക്ക് വീട്ടിൽ നിന്നാണ് നല്ലത്. നമ്മളങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകണമെന്നില്ലല്ലോ. ഇല്ല, അങ്ങനല്ല. അവർക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നമ്മളൊരു സദസ്സിൽ പങ്കെടുത്താൽ കിട്ടുന്ന പ്രതിഫലം. അവര് ഉമ്മയും ഒക്കെ സുന്നിന്റെ അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മള് നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വേണ്ട. അവർക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്ത് മാറി ചിന്തിച്ച് പിന്നീട് പഠിച്ചിട്ട് വന്നോളൂ. പിന്നെ ജുമാക്ക് ഞാൻ നിർബന്ധിക്കണ്ട. അവർക്ക് നിർബന്ധമല്ലല്ലോ, നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവര് വീട്ടിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ജുമാ ഖുത്ബകളൊക്കെ കേൾപ്പിച്ചു കൊടുത്ത് കുറെ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് പോലെ മനസ്സ് മാറിക്കോളും. കാരണം ഒരു ചെറുപ്പത്തിൽ അത് കേട്ട് പഠിച്ചത് ഓൾക്ക് അതിന് വിപരീതമായിട്ട് അള്ളാനെ പേടിച്ചിട്ടാണ് വരാത്തത്. ഓൾക്ക് ഒരു ഭക്തി കൊണ്ട് വരാതിരിക്കുകയാണ്. കാരണം അവർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും വരാണ്ടിരിക്കുന്നത്. അവരെ കുടുംബത്തിന്റെ ആരെങ്ങനെ അത് ശരി, അത് ഓട്ടോമാറ്റിക് വന്നോളൂ അല്ലേ? മനസ്സ് മാറുമല്ലോ, കുറെ പഠിക്കുമ്പോ മനസ്സിലാവും. അങ്ങനെയുള്ള ഇതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കുക, ജുമാക്ക് പോകാനുള്ള കൂലിയും സ്ത്രീകൾ വള്ളിയിൽ പോയതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാ ഓഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ മൂപ്പര് പറയും പള്ളിയിൽ സ്ത്രീകൾക്കുള്ള അവിടെ ഇത് കരുതും, സോക്സും ഇതൊക്കെ കരുതിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ പോകുന്ന വഴിക്ക് ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുമ്പോ മൗലവി നമ്മള് ബാങ്കിന്റെ സമയമാകുമ്പോ ഞാൻ കേറുമല്ലോ, അപ്പൊ എന്നോട് പറയും ഞാനും കേറാന്ന് പറഞ്ഞാണ്. ഇപ്പൊ നമ്മള് ടൗണിലെ പള്ളിയിലാണെങ്കിൽ കോഴിക്കോട് അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, ഒരു മാറ്റമില്ലേ? അതന്നെ. ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.